Thank you. Thank you, Jesus. ഒരു നിമിഷം കൂടെ സൃഷ്ടാവിന്റെ മുമ്പിൽ നമ്മുടെ കണ്ണിലെ അടയ്ക്കാം. നിന്റെ കഥയിൽ നിന്റെ വചനമൻ ജീവിത മാധുര്യമേ, ആയിരം ആയിരം പൊൻവെള്ളി നാണ്യത്തിൽ മൂല്യം ക്ഷയിക്കും വചനത്തിൽ. തേനിലും തേനിന്റെ കട്ടയിലും നിന്റെ വചനവൻ ജീവിത മാധുര്യമേ, ആയിരം ആയിരം പൊൻവെള്ളി നാണ്യത്തിൽ മൂല്യം ക്ഷയിക്കും വചനത്തിൽ. നിന്തിരുവാതിലിൻ കട്ടിലയ്ക്കൽ ഏഴ കാതോർത്തിരിക്കും വചനത്തിനായി. അമ്മ തൻ കുഞ്ഞിനെ പോറ്റുന്നപ്പോൾ എന്നെ ഉപരിയായി പോറ്റുന്ന നൽപിലാവേ. തിരുവാതിലിൻ കട്ടിലയ്ക്കൽ ഏഴ കാതോർത്തിരിക്കും വചനത്തിനായി. അമ്മ തൻ കുഞ്ഞിനെ പോറ്റുന്നപ്പോൾ എന്നെ ഉപരിയായി പോറ്റുന്ന നൽപിലാവേ. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ക്രിസ്തയേശുവിൽ അങ്ങ് ഞങ്ങളെ തെരഞ്ഞെടുത്തു, പുതിയതായി സൃഷ്ടിച്ചു. ഞങ്ങളുടെ ഈ പ്രവാസ കാലത്ത് ഒരു മാതാവിന്റെ ഉദരത്തിലൂടെ അല്പകാലം ഈ ഭൂമിയിൽ ഒരു യാത്രക്കാരായി അങ്ങയുടെ സന്ധിയിലേക്ക് മനുഷ്യപുത്രന്മാരെ തിരികെ വരിക എന്ന ശബ്ദം കേൾക്കുമ്പോൾ മടങ്ങി വരേണ്ടവരായി ഞങ്ങൾ ഈ ലോകത്തിലെ ഒന്നിലും കുടുങ്ങിപ്പോകാതെ ശ്രദ്ധയോടെ ക്രിസ്തുവെ നോക്കി, ക്രിസ്തുവെ അനുഗമിച്ച്, ക്രിസ്തുവിനെ ധരിച്ച് അങ്ങ് എത്തിച്ചുവോ ഞങ്ങളെ സഹായിക്കണമേ. അതിന് തക്കവണ്ണം അങ്ങ് ആഗ്രഹിക്കുന്ന അങ്ങയുടെ വചനത്തെ അങ്ങ് സൃഷ്ടിച്ച ഈ ശരീരത്തിലൂടെ അറിയിപ്പാൻ ഇതാ അടിയനെ എത്തിക്കുന്നു. അങ്ങനെ ചെയ്താട്ടെ സ്വർഗം ഭൂമിയിൽ വെളിപ്പെടട്ടെ. ഞാനോ പറയണം, ഞങ്ങളിൽ ക്രിസ്തു വളരണം. അതിനായി സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും ഈ ഹോളിലും ഈ ശബ്ദ കാഴ്ചപ്രതിയിലായിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. ദൈവങ്ങൾ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. വചനത്തെ സ്നേഹിച്ച് കടന്നു വന്ന ഏവർക്കും നിങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. വചനത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തെയാണ് സ്നേഹിക്കുന്നത്. നമ്മൾ ഭൂമിയിൽ പ്രവാസകാലത്തിൽ അല്പസമയം നമ്മളിവിടെ ഉള്ളൂ. ഹല്ലേലൂയ. ഏത് വിധേനെങ്കിലും നമ്മുടെ ജീവൻ നേടുവാൻ, ജയം പ്രാപിപ്പാൻ ബുദ്ധിയുള്ളവരായിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ അനേക കാര്യങ്ങൾ ദൈവത്തിന് സഭയോട് പറയാനുണ്ട്. എന്നാൽ പലപ്പോഴും നമുക്ക് അത് കേൾക്കാനുള്ള സാഹചര്യമില്ല. സാഹചര്യം ഉണ്ടെങ്കിൽ തന്നെ മനസ്സില്ല. ഹല്ലേലൂയ. പിന്നെ മനസ്സൊക്കെ ഉള്ളവരുടെ ഇടയിൽ പിശാച് ലോകം കൊണ്ട് അവന്റെ കള്ളപ്രവാചകന്മാർ മുഖാന്തരം ഇതൊക്കെ മറച്ച് ഒക്കെ കളയുക. അതുകൊണ്ട് ശ്രദ്ധയോടെ ഇതാ നിങ്ങളെ അടുക്കലേക്ക് പ്രിയ കർത്തദാസനെ വിളിച്ചു കടന്നു വന്നു. എന്നെ പരിചയമാക്കാനല്ല, പകരം നമ്മുടെ ദൈവത്തിന് നമ്മളെ കുറിച്ച് സ്വപ്നമുണ്ട്. ആ സ്വപ്നം എന്തെന്ന് നമ്മൾ അറിഞ്ഞിട്ട് നമുക്ക് മനസ്സുണ്ടെങ്കിൽ അതോട് ചേർന്ന് നിൽക്കാം. അങ്ങനെ ചേർന്ന് നിന്നാൽ ഈ പ്രവാസകാലം തീരുമ്പോൾ ജയം പ്രാപിച്ച് ക്രിസ്തുവിൽ സ്വർഗസ്ഥ പിതാവോടുകൂടെ ഒരുമിച്ച് ആ സ്വകീയ ഭവനമായി നമുക്ക് മാറാം. ഇതാണ് സന്ദേശത്തിന്റെ ചുരുക്കം. പക്ഷെ അതിന്റെ വഴികളും വാതിലുകളും ഒക്കെ നമ്മളൊന്ന് അറിയണം. കാരണം നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്ന മണ്ഡലം, ലോകം എന്ന് പറയുന്നത് ഈ ജഡലോകമല്ല, അത് ആത്മലോകമാണ്, ദൈവരാജ്യമാണ്. അവിടുത്തെ അപ്പൻ നമ്മുടെ ഭൂമിയിലെ ജോസഫും ചാക്കോയും മത്തായിയും പോലെ ജഡാപ്പനല്ല, ആത്മാവാണ്. പക്ഷെ ആത്മാവിൽ നാം ആരംഭിച്ചുവെങ്കിലും വിശുദ്ധ ബൈബിൾ നമുക്ക് ഇട്ടിരിക്കുന്ന ഇരട്ടപ്പേര്, നമ്മൾ സ്കൂളൊക്കെ പോകുമ്പോൾ ഇരട്ടപ്പേര് ഇടാറില്ലേ? ഇല്ലേ? നിങ്ങളുടെ ഇരട്ടപ്പേരെന്താ? പറയണ്ട, ചിന്തിച്ചാൽ മതി.
വിശുദ്ധ ബൈബിൾ നമുക്ക് ഇട്ടിരിക്കുന്ന ഇരട്ട പേര് ബുദ്ധിയില്ലാത്തവരാണ്. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് നിങ്ങൾ ജഡത്തിൽ പോയി അവസാനിച്ചോ ബുദ്ധിയില്ലാത്തവരെ. സമക്കാരെ വിളിക്കണേ. നമ്മളങ്ങനെയാണെങ്കിൽ നമ്മളെയും നമ്മൾ വിളിച്ചോ. ഹല്ലേലൂയ. ഇവിടെ ഈ ശുശ്രൂഷ ആത്മാവിൽ ആരംഭിച്ചിട്ട് ജഡത്തിലേക്ക് പുറകിലേക്ക് വരുന്ന പരിപാടിയില്ല. അത് ബുദ്ധിയില്ലാത്തവരാണ്, നരകത്തിലേക്കുള്ള യാത്രക്കാരാണ്. ഇത് ആത്മാവിൽ ആരംഭിച്ച് ആത്മാവിൽ വളർന്ന് ആത്മാക്കളുടെ പിതാവായ സ്വർഗസ്ഥ പിതാവിന്റെ ഭവനമായി മാറുന്നവരാണ് ദൈവരാജ്യമായി തീരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ ഈ ഒരു ശുശ്രൂഷ പ്രിയ സഹോദരങ്ങളെ നമ്മളുടെ ബൈബിൾ കോളേജുകളിൽ ഇല്ല. ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടുള്ളതാണ്. ഹല്ലേലൂയ. യേശുക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യം എന്ന സിലബസ് ഞങ്ങൾ പഠിച്ച ബൈബിൾ കോളേജില്ല. ദൈവരാജ്യത്തിലെ പൗരനായ പുതിയ സൃഷ്ടി ബൈബിൾ കോളേജ് സിലബസിലില്ല. പുതിയ സൃഷ്ടി ജീവിക്കേണ്ട നിയമമായ ലോ ഓഫ് ദ സ്പിരിറ്റ് ബൈബിൾ കോളേജിലില്ല. പിശാച് എത്രയോ ജയിച്ചു കിടക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറഞ്ഞ സാത്താൻ നമ്മളെ തോൽപ്പിക്കുന്നു, സഭയെ തോൽപ്പിച്ചിട്ടിരിക്കുകയാണ്. ഈ സന്ദേശമായിട്ട് ആരെങ്കിലും സഭയിലേക്ക് എത്തിയാൽ ഉടനെ അവന്റെ ആളുകൾ സഭയിൽ നിന്ന് എഴുന്നേറ്റ് പറയുന്ന ഒരു ഉപദേശം. ഹല്ലേലൂയ. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളെ ദേവദാസന്മാരെ, നിങ്ങളെ ആരെയും എന്നോട് ചേർക്കാനല്ല ദൈവം എന്നോട് അയച്ചത്. ഹല്ലേലൂയ. പ്രിയ പാസ്റ്ററുകൾ എന്നെ വിളിച്ചതാണെങ്കിൽ ഞാൻ ഇവിടെ എത്തിയത് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്, നിങ്ങളിവിടെ എത്തിച്ചതും അതുകൊണ്ടാണ്. ഹല്ലേലൂയ. നിങ്ങൾ ചേരേണ്ടത് സ്വർഗസ്ഥ പിതാവോടാണ്, ക്രിസ്തുവിലൂടെ. ഹല്ലേലൂയ. ക്രിസ്തുവിലൂടെ സ്വർഗസ്ഥ പിതാവുമായി നമ്മൾ ഒന്നായി മാറണം. അതിനുവേണ്ടിയാണ് തന്റെ പുത്രനായ ക്രിസ്തുവിനെ നമുക്ക് നൽകിയത്. അപ്പോ നമുക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ കമ്പി വാചകത്തിൽ 1 മണിക്കൂറോടൊന്നും നടക്കൂല. കമ്പി വാചകത്തിൽ നിങ്ങളെ അറിയിച്ചിട്ട് ഒരു ചിത്രത്തിലൂടെ നിങ്ങൾക്ക് അതൊന്ന് പ്രദർശിപ്പിച്ചിട്ട് നിങ്ങളുടെ അകത്തെ ആ താല്പര്യം ഒന്ന് ജനിപ്പിക്കാൻ മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ ഐസ്ക്രീം കടയുടെയൊക്കെ മുമ്പില് ഈ ഐസ്ക്രീം ഇങ്ങനെ കവിഞ്ഞൊഴുകുന്ന കൊച്ചുകുട്ടികൾ തിന്നുന്ന ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മളുടെ കൂടെയുള്ള പിള്ളേര് അത് കണ്ടു കഴിഞ്ഞാൽ ഡാഡി പപ്പ മമ്മി ദേ എന്ന് പറയുന്നത് പോലെ അത്ര നിങ്ങളുള്ളിൽ ജനിപ്പിക്കാനുള്ള ഒരു സമയം ഇവിടെ ഉള്ളൂ. ഹല്ലേലൂയ. ഒരു താല്പര്യം, ഒരു ഇൻസ്പിറേഷൻ. ഹല്ലേലൂയ. അപ്പോ ഇവിടെ എപ്പോഴും വചനത്തിലൂടെയാണ് കാര്യങ്ങൾ അറിയിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം, വിശുദ്ധ ബൈബിളിലെ വചനത്തിൽ ഇല്ല എങ്കിൽ നിങ്ങൾ എങ്ങനെ ചൂണ്ടിക്കാണിക്കണം. എന്നിട്ട് നിങ്ങൾ എന്നെ തിരുത്തണം. എന്നെ അടിക്കാനുള്ള വഴി നിങ്ങളുടെ കയ്യിൽ ആദ്യം തരും. എന്നിട്ടാണ് ശുശ്രൂഷ. ശ്രദ്ധിച്ച്, ഞാൻ ചിന്തിക്കുന്നില്ല സാധാരണ ആരെങ്കിലും ചെയ്യുന്നു. കാരണം എനിക്ക് നന്നാകാൻ നിങ്ങൾ സഹായം ആവശ്യമാണ്. ഇത് നമ്മൾ ചിന്തിക്കും കസേര തീരുന്ന നന്നാക്കാൻ വേണ്ടിയാണെന്ന് പ്രസംഗിക്കുക. എന്നെ നന്നാക്കാൻ നിങ്ങൾക്കും പറ്റും. ഹല്ലേലൂയ. ബൈബിളിൽ ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് എന്നെ തിരുത്താം. അല്ല, ഈ പറയുന്ന വചനത്തിലുള്ളതാണ് എങ്കിൽ ഇതനുസരിച്ച് നമ്മൾ മാറുന്നതിന് എന്താ തെറ്റ്? ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറഞ്ഞു, മനസ്സ് പുതുക്കി രൂപത്തിന് അന്തരം വരുത്തുക. അങ്ങനെയുള്ള ബുദ്ധിമാന്മാർ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ, ശ്രദ്ധയോടെ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണെന്നാണ് പറയാൻ പോകുന്നത്. തുടർന്ന് അതിനുവേണ്ടി ദൈവം ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും, ആത്മലോകത്തിലെ കൊടുക്കൽ വാങ്ങലുകൾ. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. കേട്ടിട്ടില്ല എങ്കിൽ നമുക്ക് തൽക്കാലം കേൾക്കാം. ഹല്ലേലൂയ. അതിനാദ്യമായിട്ട് ആത്മലോകത്തിലെ കൊടുക്കൽ വാങ്ങലുകളൊക്കെ ദൈവ ഇഷ്ടം നിവർത്തിക്കാനാണ്, നമ്മുടെ ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ആദ്യം തന്നെ നമുക്കൊരു 2 വചനങ്ങൾ വായിച്ചാരംഭിക്കാം. ഒന്ന്, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 14-ാം വാക്യവും. മറ്റൊന്ന്, നിങ്ങൾക്ക് ബൈബിളിലൂടെ കാര്യങ്ങൾ ഓർപ്പിക്കണം. ബെരോവയിലോ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു അവർ കേട്ട വചനം. അത് കേട്ടത് മാത്രമല്ല, അങ്ങനെ തന്നെയോ എന്ന് വചനം നോക്കി ഓർപ്പിച്ചു. മത്തായി 24-14 നമുക്ക് ശബ്ദം ഉയർത്തി ദൈവസന്നിധിയിലെ വായിക്കാം. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. രാജ്യത്തിന്റെ സുവിശേഷം, ട്രാൻസ്ലേഷൻ തെറ്റുണ്ട്. രാജ്യമല്ല, കൺട്രിയുടെ സുവിശേഷമല്ല, കിങ്ഡമാണ്. രാജ്യത്വത്തിന്റെ സുവിശേഷമാണ്. നമ്മുടെ മലയാളം ബൈബിളിൽ അറൗണ്ട് ഒരു 10% താഴെ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകളുണ്ട്. എന്നാൽ കിങ് ജെയിംസ് അതോട് ചേർത്ത് പഠിച്ച കാര്യം മനസ്സിലാവും.
ഹല്ലേലൂയ. രാജ്യത്വത്തിന്റെ സുവിശേഷം, ഗോസ്പൽ ഓഫ് ദ കിങ്ഡം. ഹല്ലേലൂയ. സകല രാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി ലോകത്തെല്ലാവരും അറിയിക്കും. ഇതാണ് മാനവജാതിക്കുള്ള സിലബസ്. അതോടുകൂടെ യുഗം അവസാനിക്കും. യേശു ക്രിസ്തു ജെറുസലേം തലസ്ഥാനമാക്കി ഭരണം തുടങ്ങും. യുഗം തീരുക, ലോക അവസാനമല്ല, യുഗം തീരുക, ഷിഫ്റ്റ്. ഹല്ലേലൂയ. അപ്പോ ആ സുവിശേഷം എന്താണ്, ആരാണ് പ്രസംഗിച്ചതെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തുവാണ് ഇത് പ്രസംഗിച്ചത്. ഹല്ലേലൂയ. 3.5 വർഷമാണ് പ്രസംഗിച്ചത്. അതിനുശേഷമാണ് കാൽവരി ക്രൂശിൽ പോയി യാഗമായത്. ഹല്ലേലൂയ. ഈ രാജ്യത്വ സുവിശേഷം ശ്രദ്ധിക്കുക. ഈ യേശുക്രിസ്തു പ്രസംഗിച്ച സുവിശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ബൈബിൾ കോളേജിന്റെ സിലബസിൽ കാണാനില്ല. ഹല്ലേലൂയ. ഓൾഡ് ടെസ്റ്റ്മെന്റ് സർവേ ഉണ്ട്, ന്യൂ ടെസ്റ്റ്മെന്റ് സർവേ ഉണ്ട്, പോളണ്ട്, സഭാചരിത്രമുണ്ട്, പ്രസംഗശാസ്ത്രമുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതൊക്കെ ഞങ്ങൾ പഠിച്ചു പരീക്ഷയ്ക്ക് എഴുതി പാസ്സായി. പക്ഷെ ദൈവരാജ്യം സംഭവം ഈ സിലബസിലില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ആരോ ഒരു പ്രാശ്രങ്ങൾ വന്നപ്പോ അദ്ദേഹം 4-5 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ബൈബിൾ സ്കൂളുകാരെ കൊടുക്കാനായിട്ട്. അദ്ദേഹം പറഞ്ഞു ഞാൻ US അയക്കുന്നു, യൂറോപ്പിലേക്ക് അയക്കുന്നു, അവിടെ ഇവിടെയൊക്കെ അയക്കുന്നു. ഞാൻ വലിയ താല്പര്യത്തോടെ അദ്ദേഹം കൊണ്ട് അയക്കാനിരിക്കുന്ന ആ സിലബസ് പൊട്ടിച്ചെന്നെ കാണിച്ചു. ഞാൻ പറഞ്ഞു പൊട്ടിക്കല്ലേ, ഇനിയും പാക്ക് ചെയ്യണ്ടേ, നല്ല ഗിഫ്റ്റ് പേപ്പറിലൊക്കെ പൊതിഞ്ഞതാ. പൊട്ടിച്ചെന്നെ കാണിച്ചു. ഞാൻ അതെല്ലാം വായിച്ചു നോക്കിയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇതിൽ യേശു പ്രസംഗിച്ച സുവിശേഷം മാത്രമില്ലല്ലോ. അദ്ദേഹത്തിന്റെ താല്പര്യത്തോടെ വന്ന് അദ്ദേഹത്തിന്റെ മുഖം വാടി. ഞാൻ ചിന്തിച്ച് പറയണ്ടായിരുന്നു. അപ്പൊ ആ സുവിശേഷം ഉണ്ടെങ്കിലല്ലേ ആ ദൈവരാജ്യത്തിലെ പൗരരായ പുതിയ സൃഷ്ടി ഉണ്ടാവുള്ളൂ. പുതിയ സൃഷ്ടിയും ഇല്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ഇനി ജഡത്തിലെ നിയമങ്ങളല്ല, പരിച്ഛേദനമല്ല, അഗ്രചർമ്മമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. അപ്പൊ കാര്യത്തിലേക്ക് നമ്മൾ ഇതുവരെ കടന്നിട്ടില്ല. അപ്പൊ കാര്യത്തിലേക്ക് കടക്കണം. നമ്മളിന്ന് മരണത്തിന്റെ കീഴിലുള്ള കാര്യങ്ങളിലാണ് നമ്മൾ കടന്നേക്കുന്നത്. മരണത്തിന്റെ മുകളിലുള്ള കാര്യമാണ് ദൈവരാജ്യം. മരണത്തിന്റെ മുകളിലെ ദൈവരാജ്യത്തിലെ പൗരനാണ് പുതിയ സൃഷ്ടി. ഗലാത്യ ലേഖനം 6:15 വായിക്കുമ്പോൾ കാണാം, പുതിയ സൃഷ്ടി മരണത്തിന്റെ മുകളിലാണ്. ഇനി പുതിയ സൃഷ്ടി ഉപയോഗിക്കേണ്ട നിയമമുണ്ട്, ലോ ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിന്റെ നിയമം. അതും നമ്മളുടെ സിലബസിലില്ല, ചർച്ചിൽ കാണാനേ ഇല്ല. ഹല്ലേലൂയ. 6:15 വായിച്ച ഗലാത്യ ലേഖനം 6:15. പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. അപ്പോ ഈ കാര്യം എന്ന് പറയുന്നത് പഴയ സൃഷ്ടിയിലെ നിയമങ്ങളല്ല. പഴയ സൃഷ്ടിയിലെ മാന്യമായിട്ട് ഉപയോഗിക്കുക, ശരീരഭാഗങ്ങളൊക്കെ കവർ ചെയ്തൊക്കെ മാന്യമായിട്ട് കൊണ്ടുപോവുക. എന്നാൽ ആ നിയമങ്ങളല്ല, പരിച്ഛേദനവുമല്ല, അഗ്രചർമ്മമല്ല, പുതിയ സൃഷ്ടിയാണ് കാര്യം. അപ്പൊ എന്താ കാര്യം? ബൈബിള് പറഞ്ഞ എന്താ കാര്യം? പുതിയ സൃഷ്ടിയാണ്. പക്ഷെ നമുക്കറിയാം പുതിയ സൃഷ്ടിയെ കുറിച്ച്. ക്രിസ്ത്യൻ ബുക്ക് ഷോപ്പിൽ ചെന്നിട്ട് പുതിയ സൃഷ്ടിയുടെ ഒരു പുസ്തകം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വാദിക്കലിരിക്കുന്ന എന്താണ് പുതിയ സൃഷ്ടിയാണ്. പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതൊക്കെ പഴയ സൃഷ്ടിയായിരിക്കണം മൊത്തം. ഇവർ ഭൂമിയിലെ പൗരന്മാരാണ്. പുതിയ സൃഷ്ടി സ്വർഗത്തിലെ പൗരന്മാരാണ്. മനസ്സിലായോ? ഹല്ലേലൂയ. അവൻ മരണത്തിന്റെ മുകളിലാണ്, ഈ ഇരിക്കുന്നവരൊക്കെ മരണത്തിന്റെ കീഴിലാണ്. ഹല്ലേലൂയ. ഇനി പുതിയ സൃഷ്ടിയെ കുറിച്ച് അതിലേക്ക് പിന്നെ അവന്റെ നിയമത്തെ കുറിച്ച് അതിന്റെ കാര്യമാണ്. അവൻ ജീവിക്കേണ്ടത് ആത്മാവിന്റെ നിയമം എന്ന് പറഞ്ഞ നിയമമാണ് വിശുദ്ധ ബൈബിളിൽ പറയുന്നത്. ഹല്ലേലൂയ. ഇനി ന്യായപ്രമാണമല്ല, ആ വക നിയമങ്ങളല്ല. ന്യായപ്രമാണത്തിന് ജഡത്താലുള്ള ബലഹീന നിമിത്തം ചെയ്യാൻ സാധിക്കാത്തതിനെ സാധിപ്പാനാണ് ആത്മാവിന്റെ നിയമം. ഹല്ലേലൂയ. അപ്പോ പ്രിയങ്ങളെ ധാരാളം ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സത്യം അറിഞ്ഞാലേ സത്യം നമ്മളെ സ്വതന്ത്രമാക്കൂ, അറിഞ്ഞില്ലെങ്കിൽ സ്വതന്ത്രമാക്കില്ല. അപ്പോ മത്തായി 24:14 എന്ന് പറയുന്നത് രാജ്യത്വത്തിന്റെ സുവിശേഷമാണ്. ഈ രാജ്യത്വം ഇതാണ് നമ്മൾ നേരത്തെ ചിന്തിച്ച ഉൽപ്പത്തി 1:26 എന്ന് പറയുന്നത്. എല്ലാ വചനത്തിലുള്ള സകലത്തിന്റെ അടിസ്ഥാനം കിടക്കുന്ന അവിടെ അടിസ്ഥാനം. ഉൽപ്പത്തി 1:26 ദൈവത്തിന്റെ ആഗ്രഹം. സ്വർഗസ്ഥ പിതാവ് കൽപ്പിക്കുകയാണ്, നമുക്ക് നമ്മുടെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം, അവർ ഭൂമിയെ വാഴട്ടെ. ഇതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ഭൂമിയുടെ കിങ്ഡം അവർ അലങ്കരിക്കട്ടെ. ഹല്ലേലൂയ. ആ വചനം കൂടി നമുക്ക് ബൈബിളിലൂടെ വായിച്ച് എടുത്തെങ്കിൽ ബൈബിളിലൂടെ വായിച്ചിട്ട് നമുക്ക് മുമ്പിലേക്ക് പോകാം. അനന്തരം ദൈവം നാം നമ്മുടെ രൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവഭൂമിയിന്മേലും ഭൂമിയിൽ ഇടയുന്ന
എല്ലാ ഇടജാതികളിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പൊ മനുഷ്യനെ ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കാൻ പോണേ ഉള്ളൂ. അപ്പൊ നമ്മളെ എന്തിനാ ഉണ്ടാക്കിയെന്ന് സൃഷ്ടാവ് പറയുകയാണ്. നമ്മുടെ ചിന്തയിൽ നമ്മളെ ഉണ്ടാക്കിയത് ആരാധിക്കാനാണ് അല്ലെ. പക്ഷെ സൃഷ്ടാവ് പറയുന്നു നാം മനുഷ്യനെ ഉണ്ടാക്കാം. എന്തിനാണെന്നറിയാമോ? അവർ ഭൂമിയെ വാഴട്ടെ. ഇതാണ് ഗോസ്പൽ ഓഫ് ദ കിങ്ഡം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയിൽ ദൈവം നമ്മളിലൂടെ വാഴുന്ന ഒരു രംഗമാണ് ഇവിടെ കാണുന്നത്. ഇങ്ങനെയായി തീർന്നു വേണം എല്ലാം അവസാനിക്കാൻ. ശ്രദ്ധിക്കുക, ഈ 31:26 ദൈവത്തിന്റെ ഇഷ്ടം വ്യക്തമായി പറയാണ്. മനുഷ്യർ ഈ ഉണ്ടാക്കാൻ പോലേ ഉള്ളൂ. ഈ ഉണ്ടാക്കാൻ പോകുന്ന മനുഷ്യർ നമ്മുടെ പ്രോപ്പർട്ടിയായ ഭൂമിയെ വാഴട്ടെ. അങ്ങനെ ഈ മനുഷ്യരിലൂടെ ദൈവം ഈ ഭൂമിയെ വാഴും. എങ്ങനെ? ദൈവം തന്റെ ആത്മാവിൽ ഈ മനുഷ്യരിൽ വസിക്കുകയും ഈ ദൈവം ഈ മനുഷ്യരിൽ വസിച്ച് ഈ മനുഷ്യരിലൂടെ ഈ ഭൂമിയിൽ വെളിപ്പെടുകയും നടക്കുകയും ചെയ്യും. അതൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എല്ലാം വിശിഷ്ട ബൈബിളിലും വചനത്തിൽ എല്ലാം ഉണ്ട്. നമുക്ക് സാവധാനം അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ദൈവം നമ്മളിൽ വസിക്കുന്നു, നമ്മളിലൂടെ ഭൂമിയിൽ നടക്കുന്നു. അങ്ങനെ നമ്മൾ ദൈവത്തിന്റെ ആലയമായി തീരുന്നു. ഇതുകൊണ്ടാണ് ശങ്കോർജൻ 6:16 പറയുന്നത്, നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ ആലയം എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? എന്നിട്ട് പറയാണ്, ദൈവം നിങ്ങളിൽ വസിക്കുകയും നിങ്ങളിൽ ഭൂമിയിൽ നടക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അവിടെ തെറ്റുണ്ട്. ഹല്ലേലൂയ. God dwells in you and works in you. ഹല്ലേലൂയ. ദൈവം നിങ്ങളിൽ വസിച്ച് നിങ്ങളിലൂടെ ഭൂമിയിൽ നടകൊള്ളും. എങ്ങനെ നടന്നതുപോലെ? യേശുക്രിസ്തുവിൽ നടന്നതുപോലെ. യേശുക്രിസ്തുവിൽ സ്വർഗസ്ഥ പിതാവ് വസിച്ച് ആ സ്വർഗസ്ഥ പിതാവ് ഭൂമിയിൽ നടന്നപ്പോ ദൈവം മനുഷ്യരോട് കൂടെയായി. അതിന്റെ പേരാണ് ഇമ്മാനുവേൽ. ഇതേ യേശുവിനെ പോലെ ആകുവാൻ നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴേ അത് സംഭവിക്കും. ഹല്ലേലൂയ. ക്ലൈമാക്സിലേക്ക്. ഇതാണ് ചുരുക്കമായിട്ട് നിങ്ങളോട് പറയുന്നത്. ഇനി വേറൊരു വചനോട് വായിക്കാം. 1 Thessalonians chapter 5 verse 9 and 10. വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിക്കുവാനത്രേ നിയമിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് പലപ്പോഴും പലരും രക്ഷയെ കുറിച്ച് ചോദിക്കുമ്പോ ഈ വചനമാണ് ഏറ്റവും നല്ലത് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്. രക്ഷ എന്തിനു വേണ്ടിയാണെന്നാണ് ഈ വചനം പറയുന്നത്. ഇവിടെ പറയാണ്, ദൈവം നമ്മെ കോപത്തിനല്ല നിയമിച്ചത്. അപ്പൊ നിയമനത്തെ കുറിച്ച് പറയുകയാണ്. പകരം നാം ദൈവത്തോട് കൂടെ ജീവിക്കേണ്ടതിന്. എന്നോട് ഒപ്പത്തിനൊപ്പം വരണേ. നാം ദൈവത്തോടൊപ്പം ജീവിക്കേണ്ടതിന് യേശു ക്രിസ്തു എന്ന തന്റെ പുത്രൻ മുഖാന്തരം രക്ഷ പ്രാപിപ്പാൻ അത്രേ നമ്മളെ നിയമിച്ചിരിക്കുന്നത്. എത്ര നല്ല വചന. കാര്യങ്ങൾ പ്രിസൈസ് ആയിട്ട് ക്ലിയർ ആയിട്ട് ഒരു കൺഫ്യൂഷന് നമുക്ക് ഉണ്ടാക്കാതെ പറഞ്ഞു തരികയാണ്. നമ്മുടെ ലക്ഷ്യം എന്താണെന്നും അതിനുവേണ്ടി സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്തെന്നും ഒക്കെ പറഞ്ഞു തരികയാണ്. ഹല്ലേലൂയ. ഒന്നുകൂടി വായിച്ച് വികാസനെ. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന്. അപ്പോ ദൈവം നമ്മളെ വിളിച്ചതിനു വേണ്ടിയാണ്. നാം ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടതിന്. ഈ ഒരു ഉറപ്പ് ആദ്യം വരും. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, നിയമിച്ചാക്കി വെച്ചേക്കുന്നത് നാം ദൈവത്തോട് കൂടെ ജീവിക്കണം. ഏത് ദൈവത്തോട് കൂടെ? ആത്മാവാകുന്ന ദൈവത്തോട് കൂടെ. ഹല്ലേലൂയ. ആ ദൈവത്തോട് കൂടെ ജീവിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. എന്റെ ഒപ്പത്തിനൊപ്പമാണല്ലോ ലക്ഷ്യം. ഇടയിലുള്ളതല്ല ലക്ഷ്യം. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു, പാസ്റ്റർ എന്നോടൊന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നാം ഓരോരുത്തരും യാത്രക്കാരാ. ബസ്സിലിരുന്ന് നമ്മൾ യാത്ര ചെയ്യുന്നു, ഇടയ്ക്ക് വെച്ച് പലതും കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് ഇറങ്ങരുത്. ലക്ഷ്യത്തിൽ വെച്ച് വേണം, ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യണം. അവിടെ വേണം ഇറങ്ങാൻ. അപ്പൊ ഇത് കണ്ടോ നമ്മുടെ ലക്ഷ്യം? നാം ദൈവത്തോട് കൂടെ ജീവിക്കേണ്ടതിന് ദൈവം എന്ത് ചെയ്തു? ഇടയില് നാം യേശുക്രിസ്തു മുഖാന്തരം, തന്റെ പുത്രൻ മുഖാന്തരം രക്ഷ പ്രാപിക്കേണ്ടതിന്
അത്രേ നിയമിച്ചത്. അപ്പോ രക്ഷയും വന്നു, ലക്ഷ്യവും വന്നു. ആ ലക്ഷ്യത്തിലേക്ക് പോകാൻ നമ്മുടെ ജീവിതത്തിൽ തുടക്കത്തിൽ നടക്കുന്ന രക്ഷയും വന്നു, രണ്ടും വന്നു. പിടുത്തം കിട്ടിയോ? എന്റെ ഒപ്പത്തിനൊപ്പം വരണേ. നിങ്ങളുടെ മനസ്സ് അവിടെ ഇവിടെയൊന്നും ഓടിപ്പോകരുത്. ഈ സംഭവം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം ലോക ചിന്തകളാൽ ഉടൻ കമത്തി വെച്ച പോലെ ആകരുത്. പകരം ഇതകത്ത് വീണെങ്കിൽ മാത്രമേ ഇതാ ആ വിത്ത് ഹൃദയത്തിൽ വീണപ്പോഴാണ്, നല്ല ഹൃദയത്തിൽ വീണപ്പോഴാണ് റിസൾട്ട് വന്നേ. മറ്റു പല ചിന്തകളും കൂടി ഇരുന്ന് കയറിയാൽ ഒന്നും കേറൂല, ഇരുന്നൊന്ന് പേരോ ആയി അവസാനം മറ്റുള്ളവർക്ക് പോലും അതൊരു ഉപദ്രവമായി മാറി. അങ്ങനെ ആകരുത്. നമ്മൾ കേട്ടത് അങ്ങനെ തന്നെയോ വിശുദ്ധ വേദപുസ്തകം നോക്കി ഉറപ്പിച്ചതെങ്കിൽ ആ സത്യമാണെങ്കിൽ അങ്ങനെ വിഴുങ്ങിക്കോളണം. കാരണം സത്യം നാം തിരിച്ചറിയുമ്പോൾ നമ്മളെ സ്വതന്ത്രമാക്കും, നമ്മൾ ആള് മാറ്റിക്കളയും. ഹല്ലേലൂയ. ഇവിടെ ഓരോ നിമിഷവും നിങ്ങൾ ആള് മാറുമ്പോൾ ചെക്ക് ചെയ്യുക, നമ്മൾ ക്രിസ്താനുരൂപരായി മാറിക്കൊണ്ടിരിക്കും, ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ടേയിരിക്കും, നമ്മൾ കുറഞ്ഞുകൊണ്ടേയിരിക്കും, ക്രിസ്തു നമ്മിൽ വളർന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഫലം നോക്കി വൃക്ഷത്തെയും ഓരോ സന്ദേശത്തെയും ഓരോ മീറ്റിങ്ങിനെയും ഒക്കെ തിരിച്ചറിയുക. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായി ഒരു ലക്ഷ്യമുണ്ട്. എന്താ ലക്ഷ്യം? ദൈവത്തോട് കൂടെ ജീവിക്കുക. അതിനുവേണ്ടി ദൈവം ഇപ്പൊ എന്ത് ചെയ്തു? തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ നമ്മളെ രക്ഷിച്ചെടുത്തു. ഇത്ര ഞാൻ പറഞ്ഞു മനസ്സിലായതല്ലേ? ഇതിലെന്തെങ്കിലും ഞാൻ തിരുത്തേണ്ടതുണ്ടോ അതോ നമ്മൾ തിരുത്തേണ്ടതുണ്ടോ? ഞാൻ തിരുത്തണമെങ്കിൽ എന്നോട് പറഞ്ഞ് ഞാൻ തിരുത്താം. അല്ല, നമ്മൾ തിരുത്തേണ്ടതുണ്ടെങ്കിൽ അവനവൻ കേട്ട് ദൈവത്തോട് ചോദിച്ച് വേണ്ട തിരുത്തലുകൾ അവന്റെ ജീവിതം നടത്തുക. ഈ അടിസ്ഥാനം കറക്റ്റ് അല്ല എങ്കിൽ ബാക്കിയെല്ലാം തകർന്നായി പോകും. ഹല്ലേലൂയ. ഒന്ന് ലക്ഷ്യം അറിയണം. ഹല്ലേലൂയ. പിന്നെ ആ ലക്ഷ്യത്തിലേക്കുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ് അറിയണം. അതാണ് രക്ഷ, ക്രിസ്തുവിലുള്ള രക്ഷ. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞത് ക്രിസ്തയേശുവിൽ മൂലക്കല്ലായി അടിസ്ഥാനം ഇട്ട് വേണം നമ്മൾ വളരുക. ഹല്ലേലൂയ. ഇനി വ്യക്തതയോടെ മനസ്സിലാക്കുക, ക്രിസ്തീയ ജീവിതത്തിന്റെ ലക്ഷ്യവും വളർച്ചയും രണ്ടും രണ്ടാണ്. ലക്ഷ്യവും നമ്മൾ മനസ്സിലാക്കണം, വളർച്ചയും മനസ്സിലാക്കണം. ലക്ഷ്യം ദൈവത്തോടു കൂടെ ജീവിക്കേണ്ടതിനാണ്, വളർച്ച ക്രിസ്തുവാകുന്ന തലയോളം. രണ്ടും ഇത് തന്നെ ഒന്ന് തിരിച്ചറിഞ്ഞാൽ കുറെ സുബോധം കിട്ടും. ഹല്ലേലൂയ. നാം വളരേണ്ടത് ക്രിസ്തുവാകുന്ന തലയോളം. ഹല്ലേലൂയ. എന്തിനാണ് ക്രിസ്തുവാകുന്ന തലയോളം വളരുന്നത്? ദൈവത്തോടു കൂടെ ജീവിക്കേണ്ടതാണ്. ഇത് ശ്രദ്ധയോടെ നാം മനസ്സിലാക്കുക. ഹല്ലേലൂയ. ഇനി പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ജീവിക്കുന്നത് ദൈവത്തോടു കൂടിയൊന്നുമല്ല. ഇന്ന് നാം ജീവിക്കുന്നത് വീണുപോയ മനുഷ്യരോടുകൂടെ. ഹല്ലേലൂയ. ദൈവവചനം പേരിട്ടിരിക്കുന്നു അവർക്ക് ചതിമോഹങ്ങളാൽ വഷളായി പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർ. അവരോട് കൂടിയാണ് നാം ജീവിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോ ഈ നമ്മളോട് കൂടെ ജീവിക്കാൻ ദൈവത്തിന് പറ്റില്ല. കാരണം ആമോസ് 3:3 പറയുന്നു, നിങ്ങൾക്ക് വചനം അറിയാവുന്നവരെ പോലെ ഞാൻ സംസാരിക്കണേ, രണ്ടുപേർ ഒത്തിട്ടല്ലാതെ അതിനറിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഒരുമിച്ച് നടക്കാൻ സാധിക്കുമോ? അപ്പോ നമ്മളുമായി ഒക്കാൻ ദൈവത്തിന് പറ്റുമോ? നമ്മൾ ചതിമോഹങ്ങളാൽ വഷളായി പോയിക്കൊണ്ടിരിക്കുന്ന പഴയ മനുഷ്യർ. എഫെസ്യർ 4:22 എന്റെ പേരാ ഞാൻ പറഞ്ഞത്, നമുക്ക് ദൈവവചനം ഇട്ടിരിക്കുന്ന പേരാ. ചതിമോഹങ്ങളാൽ വഷളായി പോയിക്കൊണ്ടിരിക്കുന്ന പഴയ മനുഷ്യൻ. അപ്പോ ഈ മനുഷ്യനോടുകൂടെ ദൈവത്തിന് ചേർന്ന് നടക്കാൻ പറ്റുമോ? ഇല്ല. കാരണം മനുഷ്യരാരും കാണാത്തവരും കാണാൻ കഴിയാത്തവരും താൻ മാത്രം അമർത്യതയുള്ളവരും നീതിയിൽ സൂര്യനും ഒക്കെ ആയ ദൈവം ഈ മനുഷ്യരോടുകൂടെ നടക്കാനായിട്ട് പറ്റില്ല. അപ്പോ ദൈവം എന്താ ചെയ്യണമെന്ന് അറിയാമോ? മനുഷ്യരെ തന്റെ സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവരികയാണ്. ഈ കുടുംബകാലം ഉണ്ടാകുന്നുണ്ടോ? ഭാര്യയും ഭർത്താവും കല്യാണം കഴിപ്പിച്ചിട്ട് ഒരാഴ്ച രണ്ടും രണ്ടായി. എന്താ കാര്യം? രണ്ടുപേരോട് ചേർന്ന് പോകാൻ പറ്റുന്നില്ല. കാരണം ഒരാളുടെ സ്റ്റാൻഡേർഡ് അല്ല മറ്റേ ആളുടെ സ്റ്റാൻഡേർഡ്. മനസ്സിലായോ? ഇതേപോലെ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് അല്ല നമ്മുടെ സ്റ്റാൻഡേർഡ്. ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല. അപ്പൊ ഇനി ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യണമെന്നൊക്കെ അതാണ് ലക്ഷ്യം. നാം ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടതിന് യേശുക്രിസ്തു മുഖാന്തരം രക്ഷയെ പ്രാപിപ്പാൻ നിയമിച്ചു.
ഹല്ലേലൂയ. അപ്പൊ ഇനി നാം ദൈവത്തോടു കൂടെ ജീവിക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ദൈവം നമ്മളെ പോലെ ചതിമോഹങ്ങളെ വഷളായി പോയവനായിട്ട് താഴേക്ക് വരണം, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ പോലെ അതിപരിശുദ്ധിയിൽ നമ്മൾ മുകളിലേക്ക് ചെല്ലണം. ഉണ്ടോ? ഒന്നില്ലെങ്കിൽ ദൈവം നമ്മളെ പോലെ ചലിക്കുന്നവനായി താഴേക്ക് വരണം. തോമസ് കുട്ടിയും മത്തായി കുട്ടിയും ഒക്കെ ആയിട്ട് ഷാജിയൊക്കെ ആയിട്ട് താഴേക്ക് വരണം. എന്നിട്ട് നമ്മളെ പോലെ മോസ്തുതിയും ഒക്കെ പറഞ്ഞ് പിന്നെ എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ അകത്ത് വേറെ ആയിരിക്കും പറയണേ. ഇങ്ങനെ പലതൊക്കെ. പക്ഷെ ദൈവം നമ്മോട് അങ്ങനെയായ ദൈവവും നമുക്കൂടെ ഒരുമിച്ച് ജീവിക്കാം. പക്ഷെ ദൈവം അങ്ങനെ ചെയ്യുമോ? ചെയ്യൂല. അപ്പൊ പിന്നെ ഒരേ ഒരു മാർഗമുള്ളൂ. എന്താണ് മാർഗം? നാം ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക് എത്തിച്ചേരണം. മനസ്സിലായോ? ഇതാണ് ബൈബിളിലെ ഏറ്റവും വലിയ ഡിമാൻഡ്. ഹല്ലേലൂയ. നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിനാണ് അവൻ നമ്മളെ ശിക്ഷിക്കുന്നത്. കണ്ടോ? നാം ദൈവത്തിന്റെ സ്റ്റാൻഡിലേക്ക് കയറണം. വെള്ളം കിട്ടിയ ഇതാണ് ബൈബിളിലെ ഏറ്റവും വലിയ ഡിമാൻഡ്. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. ഹല്ലേലൂയ. അപ്പോ നമുക്ക് ഇത് മനസ്സിലായിട്ട് നമുക്ക് അത് ജീവിതത്തിൽ കൊണ്ടുവരണം. സത്യമാണെന്ന് തോന്നിയ എന്റെ മക്കളെ ചെയ്യുക. ഹല്ലേലൂയ. അല്ല എങ്കിൽ നിങ്ങൾ വിട്ടുകളയുമ്പോ ദൈവത്തിന് ഹൃദയവിഷമമാണ്, എനിക്ക് വിഷമമാണ്. ഹല്ലേലൂയ. കാരണം രണ്ടുപേർ ഒത്താലെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇന്നത്തെ സ്റ്റാൻഡേർഡ് പ്രകാരം ദേവദാസന്മാരെയും ജനങ്ങളെയും ഒക്കെ യേശു പുറന്തള്ളുക. ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല. മത്തായി 7:21, 22, 23 ദേവദാസന്മാരെയും യേശുവിനെ കർത്താവായി സ്വീകരിച്ചവരെയും കർത്താവ് പുറത്തേക്ക് അടിച്ചു വിടുക. കാരണം സ്വർഗസ്ഥപിതാവായിട്ട് ഇവർക്ക് ജീവിക്കാൻ പറ്റില്ല. കർത്താവ് പറയുന്ന ഒരു കാര്യം, എന്നെ കർത്താവെ കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ടത് സ്വർഗസ്ഥനായ പിതാവോടുകൂടെ ജീവിക്കാൻ പറ്റില്ല. ഉള്ള കാര്യമാണ് പറയണ കർത്താവ്. പക്ഷെ ഇത് കേട്ടിട്ട് നമ്മളുടെ ചെവിയും കണ്ണുകളൊക്കെ കുരുടനും ചെകിടനും ഒക്കെ ആയിട്ടിരിക്കുക. ഹല്ലേലൂയ. കർത്താവ് അവരെ കേൾക്കുന്നില്ല. അവർ യേശുവിനെ കർത്താവായിട്ട് അംഗീകരിച്ചവരെ കേൾക്കുന്നില്ല. വീണ്ടും അടുത്തത് ദേവദാസന്മാരോട് പറയുന്നു. അവര് പറഞ്ഞു, ഞങ്ങൾ നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കി പ്രവചിച്ചു എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞപ്പോഴും കർത്താവ് സ്വർഗസ്ഥ പിതാവോട് ജീവിക്കാൻ അനുവദിക്കുന്നില്ല. Get out! ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒരു കർത്താവിനെ ഫേസ് ചെയ്യണമെന്നുള്ള കാര്യം നമ്മള് ജീവിതത്തിൽ ചിന്തിക്കാറുണ്ടോ? ചിന്തിച്ചാൽ നമുക്ക് നല്ലത്. കാരണം ഇവരൊന്നും ആ സ്റ്റാൻഡേർഡിലേക്ക് വരുന്നതായിട്ട് കാണുന്നില്ല. ഇവര് പുറത്താക്കുകയാണ്. അപ്പൊ നമ്മളുടെ ഈ പ്രവാസ കാലം ഇവിടെ എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ച് ഇവിടെ എന്തെങ്കിലുമൊക്കെ കൂട്ടി, അല്ലെങ്കിൽ ദേവദാസനായിക്കോട്ടെ ഇവിടെ എന്തെങ്കിലും കുറച്ച് പേരെ കൂട്ടി ഒരു ചർച്ചയൊക്കെ ഉണ്ടാക്കി അവസാനം നരകത്തിൽ പോകുന്നതല്ലല്ലോ നമ്മുടെ ഉദ്ദേശം. പകരം നമ്മൾ ക്രിസ്തയേശുവിൽ ദൈവത്തോടുകൂടെ ഒന്നായി വസിക്കേണ്ടതല്ലേ എന്റെ ആഗ്രഹം. അതുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്കാണ് ഞാൻ പോകുന്നത്. ഇവിടെ തന്നെ എടുത്തോ, അവിടെ ഡിബേറ്റ് ഒക്കെ ഉണ്ടാകും. ഇതൊന്നും എന്റെ പ്രശ്നമല്ല. എനിക്ക് വേണ്ടത് ക്രിസ്തയേശുവിൽ സ്വർഗീയ പിതാവുമായി ഒരു കുടുംബമായി മാറുക എന്നുള്ളതാണ്. ആ ലക്ഷ്യത്തിലേക്കാണ് എന്റെ യാത്ര. ഹല്ലേലൂയ. അപ്പൊ ഇടത്തുള്ളവര് വലതും പറയട്ടെ, വലത്തുള്ളവര് വലതും പറയട്ടെ. ഹല്ലേലൂയ. അവരെയൊക്കെ സ്നേഹിക്കുക, അനുഗ്രഹിക്കുക, എല്ലാവരുടെയും മുമ്പിൽ ജീവിതം ഇതാണെന്ന പ്രസംഗത്തെക്കാൾ ഒരു ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ലക്ഷ്യവും കിട്ടി, അതിലേക്കുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ് കിട്ടി. ലക്ഷ്യം എന്താണ്? സ്വർഗസ്ഥ പിതാവോടുകൂടെ ജീവിക്കണം. ഹല്ലേലൂയ. അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് യേശുക്രിസ്തു മുഖാന്തരം രക്ഷ പ്രാപിക്കണം. അതിന്റെ ഇടയിൽ നാം ഓരോരുത്തരും ചെയ്യേണ്ടത് ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിലേക്ക് നാം വളരണം. വിശുദ്ധ രീതിയിൽ തന്നെ വിശുദ്ധീകരിക്കട്ടെ. എന്തിനാ? അവസാനം നാം ജീവിക്കേണ്ട ആരോടും കൂടെയാ? ദൈവത്തോട് കൂടെയാ. നിങ്ങൾ നല്ല അമ്മമാരുണ്ടെങ്കിൽ പെൺപിള്ളേരെ കൊച്ചു പിള്ളേരെ വഴക്ക് പറഞ്ഞ എങ്ങനെയാണെന്ന് അറിയാമോ? എടീ ഈ വല്ല വീട്ടിലും പോയി ജീവിക്കേണ്ടതല്ലേ അല്ലേ? എങ്ങനെയല്ല അവിടെ പറയാറ്? അത് പഠിക്ക്, ഇത് ചെയ്യ. എനിക്കും നമ്മളോട് പറയാനുള്ളത് വല്ല വീട്ടിലും അല്ല, നമ്മുടെ സ്വർഗസ്ഥ പിതാവോടുകൂടെ ജീവിക്കേണ്ടതല്ലേ? ഇങ്ങനെ പോയാൽ മതിയാ? പാലവെപ്പും കുത്തപ്രാർത്ഥനയും ഇങ്ങനെയൊക്കെ പോയാൽ മതിയാ? കർത്താവ് പറയും, അന്നത്തെ ദേവദാസന്മാരെ നോക്കി യേശു കർത്താവ് പേരിട്ടു. എന്റെ പേര് കാപ്പട്യൻ. നീ പുറമെ വെള്ളയെടുപ്പാ, പക്ഷെ അകമേ നീ പുറമെ നല്ല കുഴിമാടം പോലെയാ, പക്ഷെ അകമേ കണ്ടോ? ജഡ്ജിയായ യേശുക്രിസ്തു ഈ രീതിയിൽ ആ കാര്യങ്ങൾ നമ്മുടെ അകം മൊത്തം കാണാം. അല്ലെങ്കിൽ അകം മൊത്തം കാണാം. ഇതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ. പരീശന്മാരും ശാസ്ത്രിമാരുടെ നീതി എന്താ? മനുഷ്യർ കാണാൻ വേണ്ടിയാണ് അവരെല്ലാം
ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ അങ്ങനെയാകരുത്. രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവിന് വിളങ്ങേണ്ടതിന്. കണ്ടോ കണ്ടോ കണ്ടോ? കാരണം നാം ആരോടുകൂടെ ജീവിക്കാനാ പോണേ? സ്വർഗസ്ഥ പിതാവോടുകൂടെ ജീവിപ്പാൻ ക്രിസ്തുവിലൂടെ നമ്മളെ രക്ഷിച്ചെടുത്ത് കൊണ്ടുപോകുക. അപ്പോ നമ്മുടെ ഹൃദയം നോക്കിയാണ് മാർക്ക്. അപ്പോ നാം ചിരിക്കുമോ, നാം കടന്നു പോകുമോ എന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കണം. ഈ പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഹല്ലേലൂയ നമ്മളുടെ ഹൃദയം നോക്കിയാ ക്രിസ്തു നമുക്ക് മാറ്റിടുന്നത്. അതുകൊണ്ട് സത്യത്തോടുകൂടിയായിരിക്കാം. ഇനി ഇത്രയും പറഞ്ഞല്ലോ. ഇനി വേറെ എല്ലാ കമ്പി വാക്യത്തെ തൊട്ട് പോകുന്നേ ഉള്ളൂ. ഇനി ഈ ലക്ഷ്യം മനസ്സിലായി, യേശുവിൽ ആരംഭിക്കണമെന്ന് മനസ്സിലായി, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിലേക്ക് വളരണമെന്ന് മനസ്സിലായി. ഇനി നാം മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാ ഇതിന്റെ ഇടയിൽ നടന്നേ? മകളെ, ആത്മലോകത്ത് നടന്ന ചില കാര്യങ്ങൾ, ചില കൊടുക്കൽ വാങ്ങലുകൾ പറഞ്ഞുതരാം. കൊടുക്കൽ വാങ്ങലുകൾ. അപ്പൊ കൊടുക്കൽ വാങ്ങലുകൾ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പൗലോസ് പറഞ്ഞിട്ടുണ്ടോ? റോമൻ 7:14 അദ്ദേഹം പറയാണ്, ഞാൻ പാപത്തിന്റെ ദാസനായി വിൽക്കപ്പെട്ടവനാണ്. അപ്പൊ തന്നെ ആരോ വിറ്റു. ആത്മലോകത്തിലെ വിൽക്കലും വാങ്ങലുകളാണ് സ്പിരിച്വൽ എക്കോണമി. ഹല്ലേലൂയ. തന്നെ ആരോ വിറ്റു. ആർക്കാണ് താൻ തന്നെ വിറ്റത്? ആരുടെ കീഴിലാണ് താൻ ആയിരിക്കുന്നത്? ഒന്ന് വായിച്ച് 7:14. ഞാനോ ന്യായപ്രമാണം ആത്മീകം എന്ന് നാം അറിയുന്നുവല്ലോ. ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ. പാപത്തിന്റെ ദാസനായി വിൽക്കപ്പെട്ടവൻ. ഇത് വല്ലതും നമ്മളറിയാം. അദ്ദേഹത്തിന് ദൈവം കൊടുത്ത അറിവിൽ അദ്ദേഹം തിരിച്ചറിഞ്ഞതാണ്. അദ്ദേഹം ഒരു അടിമയായി അദ്ദേഹത്തെ വിറ്റു. എന്തിന്റെ അടിമയായി? പാപത്തിന്റെ അടിമയായി അദ്ദേഹത്തെ വിറ്റു. നമുക്കിതൊന്നും അറിയില്ല. കാരണം നമ്മൾ ജയിലിൽ വെച്ച് ജനിച്ച മക്കളല്ലേ, അടിമത്തത്തിൽ ജനിച്ച മക്കളല്ലേ. നമ്മളുടെ കഥയില് ഒരു സഹോദരിയെ, ഇതാ ഒരു പോലത്തെ സഹോദരിയെ അവിടുന്ന് പിണ്ടം വെച്ച് പുറത്തിറക്കി വീട്ടിൽ നിന്ന്. ഗർഭിണിയായിരുന്നു. ജയിലിൽ വെച്ച് ചില കേസുകൾ പിടിച്ചതാ. ജയിലിൽ വെച്ച് പ്രസവിച്ചു. കുട്ടികൾക്ക് ജനിച്ചത് എവിടെയാ? ജയിലില്. ഇനി കുട്ടികളുടെ ലോകം ഏതാ? ജയില്. അപ്പൊ ഇതേപോലെ നമ്മളുടെ ലോകം എന്ന് പറയുന്നത് ഇത് ജയിലാ. ഈ ലോകം നമുക്കിതൊന്നും അറിഞ്ഞുകൂടാ. നമ്മളെ കൊല്ലാനിട്ടിരിക്കുന്ന ജയിലാണ് ഈ ലോകം. ഈ ലോകം നമ്മുടെ സുവാസകേന്ദ്രമല്ല. കൊല്ലാനിട്ടിരിക്കുന്ന ജയിലാ. ഇവിടെ ഇട്ട എല്ലാവരെയും കൊന്നു, പിശാച് കൊന്നിട്ടേ പോകുള്ളൂ. ഇത് തിരിച്ചറിഞ്ഞ് അദ്ദേഹം പറയാണ്, പാപത്തിന്റെ അടിമയായി എന്നെ വിറ്റിട്ടിരിക്കുക. നമുക്ക് തിരിച്ചറിഞ്ഞില്ല, അദ്ദേഹം ഒന്ന് തിരിച്ചറിഞ്ഞു. പാപത്തിന്റെ അടിമ. ആരാ വിറ്റേ? പാപത്തിന്റെ മുകളിൽ നിൽക്കുന്ന അധികാരിയുണ്ട്, പിശാച്. മരണത്തിന്റെ അധികാരി എന്ന് അവന്റെ പേര്. അവന്റെ കീഴിലേക്ക് നമ്മൾ വിറ്റ് കളഞ്ഞു. ശ്രദ്ധിച്ചാട്ടെ, വിറ്റു. ആര് വിറ്റു? ആദം വിറ്റു. ഹല്ലേലൂയ. നമ്മളുടെ മൂത്ത അപ്പൂപ്പനായ ആദം നമ്മളെ വിറ്റു. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അപ്പോ പാപത്തിന് അടിമയായി വിറ്റു. പിശാചിന്റെ കീഴിലാണ് നമ്മളെ. ഇനി നമ്മളെ കൊല്ലാനുള്ള അധികാരം ആർക്കുണ്ട്? പിശാചിനുണ്ട്. മനസ്സിലായോ? അങ്ങനെ നമ്മളെ കൊല്ലാനുള്ള അധികാരം പിശാചിനുണ്ട്. ഇവിടെ എല്ലാ മനുഷ്യരും പാപ നിമിത്തം മരണത്തിന് അടിമകളായി. ഇനി അടുത്ത വാങ്ങൽ ശ്രദ്ധിച്ചു കേട്ടോളൂ. അടുത്ത വാങ്ങൽ. അപ്പോ അടുത്ത വാങ്ങല് നിങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. യേശു ക്രിസ്തുവിലൂടെ സ്വർഗസ്ഥ പിതാവ് ആദം വിറ്റതിനെ തിരിച്ചു വാങ്ങുകയാണ്. ശ്രദ്ധിച്ചു കേട്ടോ. ഒരാൾ വിറ്റു, വേറൊരാൾ വാങ്ങുന്നു. ഹല്ലേലൂയ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വാങ്ങിയാൽ അത് ആൾക്ക് ചോദിക്കാണ്, എന്തിനാണ് മോളി ഈ മൊബൈൽ വാങ്ങുന്നത്? കൊച്ചുമ്മാടി അങ്ങനെ പറയാം. ഇല്ല, എനിക്ക് ഇതൊരു ആവശ്യമുണ്ട്, എന്റെ പപ്പായ്ക്ക് കൊടുക്കാനാണ്, അല്ലെങ്കിൽ എനിക്ക് ഉപയോഗിക്കാനാണെന്നൊക്കെ പറയില്ലേ. ഇതേപോലെ യേശു ക്രിസ്തുവിലൂടെ ആദം വിറ്റതിനെ യേശു ക്രിസ്തു വാങ്ങി. നമ്മൾ ചോദിക്കുകയാണ് യേശുവിനോട്, യേശു എന്തിനാ ഇങ്ങനെ വാങ്ങണേന്ന് ചോദിച്ചാൽ യേശു പറയും, എന്റെ പപ്പയ്ക്ക് കൊടുക്കാനാണ്. അകത്ത് കയറിയോ കാശ്.
എന്റെ പപ്പയ്ക്ക് കൊടുക്കാനാ. എന്തിനാണെന്നറിയാമോ? പപ്പയ്ക്ക് പുത്രന്മാരെ വേണമെന്നൊരാഗ്രഹം. അതുകൊണ്ട് പപ്പ എന്നെ അയച്ചിരിക്കുക ന്യായപ്രമാണത്തിന്റെ കീഴിൽ പോയ ഇവരെ, അതായത് പാപത്തിന്റെ കീഴിലുള്ളവരെ സംരക്ഷിക്കാനാണ് ന്യായപ്രമാണം. ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവരെ ഞാൻ പോയി എന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയിട്ട് എന്റെ അപ്പന് അവരെ പുത്രന്മാരാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവരെ വാങ്ങിക്കുന്നത്. ഒപ്പം വരുന്നുണ്ടോ? ഹല്ലേലൂയ. അതായത് ആ കൊച്ചു പോയി മൊബൈൽ വാങ്ങിച്ചപ്പോ അടുത്ത ചേട്ടത്തെ ചോദിച്ചു, എന്തിനാണ് മോളി നീ മൊബൈൽ വാങ്ങണേ? എന്റെ പപ്പയ്ക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനാ. ഇതേപോലെ ചിന്തിച്ചാൽ മതി. യേശു ആദം വിറ്റതിനെ ഇതാ തന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മളെ തന്റെ പപ്പയ്ക്ക് കൊടുക്കാനാ. പപ്പയ്ക്ക് ആരായിട്ട്? പപ്പയ്ക്ക് പുത്രന്മാരായിട്ട്. ഹല്ലേലൂയ. നമുക്ക് ആ ഭാഗം ഒന്ന് ഉറപ്പിച്ചിട്ട് പോവാം. ഗലാത്യലേഖനം 4:4 ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ അയക്കുന്നതിന്റെ ഉദ്ദേശം അവിടെ പറഞ്ഞിരിക്കുകയാണ്. എന്താണ് ആ ഉദ്ദേശം? ഗലാത്യലേഖനം 4:4. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടത് തന്നെ. ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടത് തന്നെ. അപ്പൊ വിലയ്ക്ക് വാങ്ങിയതിന്റെ ഉദ്ദേശം നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന്. ആർക്ക് പുത്രന്മാരാകാനാണെന്ന് അടുത്ത ചോദ്യം. വായിച്ചാട്ടെ. ദൈവത്തിന്റെ വചനത്തിൽ പറയുകയാണ്, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം. ഇതാ അതിന്റെ 5-6 വാക്യങ്ങൾ ആദ്യം വായിക്കാം. ആത്മാക്കളുടെ പക്കൽ നിന്ന് വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശു ക്രിസ്തുവിങ്കൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവന് എന്നേക്കും മഹത്വവും ബലവും ആമീൻ. ശ്രദ്ധിച്ച്, ഇനി 5:9 കൂടി വായിക്കണം. വെളിപ്പാട് കേട്ടോ. അപ്പൊ ഇവിടെ പറയാണ്, പിതാവായ ദൈവത്തിന് വേണ്ടിയാണ് ഈ പർച്ചേസ് മുഴുവൻ നടന്നത്. ഹല്ലേലൂയ. ആ പിതാവായ ദൈവത്തിന് ചുമ്മാ കിട്ടിയ പോരാ. നമ്മളെ ശ്രദ്ധിക്കണം, നമ്മൾ കിങ്ഡമായി കിട്ടണം. ചുമ്മാ കിട്ടിയാൽ പോരാ, കിങ്ഡമായി. ആരുടെ കിങ്ഡം? ദൈവത്തിന്റെ കിങ്ഡമായിട്ട് കിട്ടണം. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചോ? പുരോഹിതന്മാരായിട്ട് കിട്ടണം. ദൈവത്തിന്റെ കിങ്ഡമായി തീരണം, പുരോഹിതന്മാരായി തീരണം. അങ്ങനെ വാങ്ങിച്ച രീതിയിൽ കിട്ടിയാൽ പോരാ, മാറ്റി കൊടുക്കണം. ഇതൊന്നുകൂടി വായിച്ചേ. വെളിപ്പാട് 5:9-10. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ട നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അപ്പോ ആർക്ക് വേണ്ടി വിലയ്ക്ക് വാങ്ങി? ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങി. ആര് വിലയ്ക്ക് വാങ്ങി? യേശു ക്രിസ്തു വിലയ്ക്ക് വാങ്ങി. എന്താ കൊടുത്ത മറുവിലയായിട്ട്? തന്റെ രക്തം. കണ്ടോ? ക്ലിയർ പർച്ചേസ്, ക്ലിയർ പർച്ചേസ്. യേശു ക്രിസ്തു ആദം പിശാചിന് വിറ്റതിനെ യേശു തന്റെ ജീവൻ കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. ആർക്ക് വേണ്ടി? തന്റെ അപ്പന് വേണ്ടി. മനസ്സിലാവുന്നുണ്ടോ? നമ്മളുടെ വിശ്വാസ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ? അപ്പനോടുകൂടി ഒരുമിച്ച് ജീവിക്കണം. ശരിയല്ലേ? ഞാൻ പറയുന്ന ബൈബിളിലെ ഏതെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നെ തിരുത്തണം. അപ്പനോടുകൂടി ഒരുമിച്ച് വസിക്കുക എന്നുള്ളതാ. അല്ലാണ്ട് ഒരു സഭ നടത്തി അവസാനിക്കാനല്ല നമ്മളെ വിളിച്ചത്. സഭ അതിലേക്ക് പോകുന്നതിന്റെ ഇടയിലുള്ള ഒരു സ്റ്റേജാണ്. ഹല്ലേലൂയ. ഇതാ ആ അപ്പനോടുകൂടി ഒരുമിച്ച് ജീവിക്കണം. അതിനു വേണ്ടി തന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. ഇനി അടുത്തത്, ഈ അപ്പന് വേണ്ടത് ആരെയാ? ഈ ചതിമോഹന വഷളായിപ്പോയ മനുഷ്യനെ അല്ല വേണ്ടത്. കിങ്ഡമായ ആളെ കിട്ടണം. അപ്പന്
കിങ്ഡവും പുരോഹിതന്മാരുമായാണ് വിലയ്ക്ക് വാങ്ങിയത്. അപ്പോ ഈ മേടിച്ച മനുഷ്യർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ മേടിച്ച മനുഷ്യരെന്ന് പറയുന്നത് എല്ലാം അവനവൻ കിങ്ഡമായിട്ടുള്ളതാ, സ്വന്തം കിങ്ഡം. അവനവനാണ് അവനവന്റെ തല. ഞാൻ പറഞ്ഞതുപോലെ, ഞാൻ എന്റെ സഭ ഞാൻ പറഞ്ഞതുപോലെ, ഇങ്ങനെയുള്ള മനുഷ്യരാണ് മേടിച്ചത്. ചതിമോഹം വഷളായി പോയതാ. ഇതിനെ കൊടുത്താൽ അപ്പനെടുക്കൂല. അപ്പന് വേണ്ടത് സ്വന്തം രാജ്യമുള്ള മനുഷ്യനെ അല്ല, ദൈവരാജ്യമായ മനുഷ്യനെയാണ്. മനസ്സിലാവുന്നതോ? അപ്പന് വേണ്ടത് സ്വന്തം രാജ്യക്കാരെ അല്ല വേണ്ടത്, ദൈവരാജ്യക്കാരെ. കാരണം ചെല്ലുന്നത് അപ്പനോടുകൂടെ ജീവിക്കാനാണ്. അപ്പന്റെ സ്റ്റാൻഡേർഡിലേക്ക് മാറണം. എടുത്താൻ കിട്ടിയ ഹല്ലേലൂയ. അപ്പന്റെ സ്റ്റാൻഡേർഡിലേക്ക് മാറണം. ഇതിന്റെ പേരാണ് ദൈവത്തിന് ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം. ഹല്ലേലൂയ. ഇവിടുത്തെ കിട്ടിയോ? അല്ലെങ്കിൽ എന്ത് പറ്റും? മത്തായി 7:21, 22, 21 പറയുന്നത് പോലെ യേശുവിനെ കർത്താവായി സ്വീകരിച്ചവരെയും ദൈവരാജ്യം പ്രസംഗിച്ചു എന്ന് പറയുകയും രോഗികളെ സുഖമാക്കി ഭൂതങ്ങളെ പുറത്താക്കി എന്നൊക്കെ പറയുന്നതിനെ കർത്താവ് ഗെറ്റ് ഔട്ട്, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് വരും. കാരണം ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിലേക്ക് മാറിയിട്ടില്ല. ഇവിടുത്തെ കിട്ടിയ ഹല്ലേലൂയ. അപ്പോ യേശു ക്രിസ്തുവിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇതാണ്: ആദം വിറ്റതിനെ വാങ്ങുക, ഒരുക്കുക, കൊടുക്കുക. ഹല്ലേലൂയ. ഇനി അവസാനം നമ്മളെ കിങ്ഡം ആക്കിയിട്ട്, കിങ്ഡം ആരെ ഏൽപ്പിക്കണം അറിയോ? പിതാവിനെ ഏൽപ്പിക്കണം. ഇതാണ് പസ്കോറിലെ 15-ാം അധ്യായത്തില് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതാ അതിന്റെ 24 മുതൽ വായിക്കുമ്പോ കുറെ ശത്രുക്കളുണ്ട്. ഈ ശത്രുക്കളെയൊക്കെ കീഴടക്കിയിട്ട്, മരണം എന്ന ഏറ്റവും വലിയ ശത്രുവിനെ കീഴടക്കിയിട്ട് അവസാനം കിങ്ഡം നമ്മളെ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിക്കണം. കാരണം അതിനു വേണ്ടി വാങ്ങിച്ചേ, പിതാവിന് വേണ്ടിയാണ് നമ്മളെ വാങ്ങിച്ച വില കൊടുത്ത്. അവസാനം പിതാവിന്റെ കയ്യിൽ നമ്മളെ ഏൽപ്പിക്കണം. വായിച്ചേ 24 മുതൽ 15-24 ഒരു ശബ്ദം എടുത്ത് വായിച്ചു. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട്, അതായത് പിശാചിന്റെ കിങ്ഡം മുഴുവൻ തകർത്ത് മാറ്റും. രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. നമ്മളെ ഈ രാജ്യമാരാ? നമ്മളാണ് ഈ രാജ്യം. മനസ്സിലായോ? നമ്മൾ ദൈവത്തിന്റെ രാജ്യമായി മാറണം. അല്ലാണ്ട് ഇന്ത്യ ദൈവരാജ്യമാവുന്നല്ല, പാകിസ്ഥാൻ ദൈവരാജ്യമാവുന്നല്ല. ആദ്യം ദൈവരാജ്യമാകേണ്ടത് നമ്മളാണ്. നമ്മുടെ ഹൃദയമാണ് ദൈവരാജ്യമാകേണ്ടത്. തുടർന്ന് ദൈവം നമ്മളിലൂടെ ഈ ഭൂമിയിൽ വെളിപ്പെടും. അതാണ് ക്രിസ്തുവിൽ സംഭവിച്ചത്. ഇത് നമ്മളിൽ സംഭവിക്കണം. മനസ്സിലായോ? ഹല്ലേലൂയ. ക്രിസ്തുവിൽ ദൈവം വസിച്ച് ഈ ഭൂമിയിൽ നടന്ന് ഇമ്മാനുവേൽ ആയതുപോലെ റോമ 8:29 പ്രകാരം ആ ക്രിസ്ത്യാനി രൂപനാണ് വിലയ്ക്ക് വാങ്ങിയത്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അങ്ങനെ എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്ക് നീക്കം വരുത്തിയിട്ട് കിങ്ഡം ആരുടെ കയ്യിലെത്തിക്കും? ഇനി നമ്മൾ പിതാവിനോട് കൂടെ ക്രിസ്തുവിൽ ജീവിക്കണം. മനസ്സിലായോ? ക്രിസ്തുവിൽ നമ്മൾ സ്വർഗസ്ഥ പിതാവുമായി ഒന്നായി തീരും. ആ ഒരു ജീവിതമാണ്. ഇതുകൊണ്ടാണ് ബൈബിളിൽ പലപ്പോഴും പലയിടത്തും പറയുന്ന ഒരു കാര്യം, ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഞങ്ങളിൽ ഒന്നായി മാറണം. നമ്മൾ അങ്ങോട്ടേക്ക് അടുത്ത രണ്ടാമത്തെ പാട്ട് പറയില്ല, ആദ്യത്തെ പാട്ട് മാത്രമേ പറയുള്ളൂ. ഞാനും പിതാവ് ഒന്നാണ്, യേശുവാണ് പിതാവ്. അയ്യോ, അത് അങ്ങനെയല്ല. യേശു എന്താ ഈ പറയണേ? ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും കൂടെ ഞങ്ങളിൽ ഒന്നായി ഒരു കുടുംബമായി മാറണം. ഇനി നിങ്ങൾ അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാര്, സ്വർഗീയ ദൈവത്തിന്റെ ഭാവനക്കാരും മാത്രമേ. താല്പര്യമുണ്ടോ? മനുഷ്യഭവനം മാത്രമായി ഇരുന്ന പാലത്തിങ്കൽ ഫാമിലിയും പകലവും മറ്റും ഫാമിലിയും മരണമുള്ള കുടുംബത്തിൽ മാത്രമായിരുന്നു നിങ്ങൾക്ക് മരണമില്ലാത്ത ദൈവത്തിന്റെ കുടുംബവുമായി ഒരു അലയൻസിന് താല്പര്യമുണ്ടോ? ഉണ്ടോ? അങ്ങനെയെങ്കിൽ യേശു വിശ്വസിക്കേ, യേശു പറഞ്ഞത് വിശ്വസിക്കേ. അതുകൊണ്ട് ഇടത്തോട്ടും പോകണ്ട, വലത്തോട്ടും പോകണ്ട, അവര് പറഞ്ഞു ഇവര് പറഞ്ഞെന്ന് പറഞ്ഞ് പോകണ്ട. യേശുവിന്റെ വാക്കുകളാണ് നമുക്ക് തേനിലും തേൻകട്ടയിലും മാധുര്യം.
ഹല്ലേലൂയ. അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകേണ്ട. അനേകം നമ്മുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റത് അങ്ങനെയല്ല ഇത് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മത വൈരുദ്ധ്യങ്ങൾ ഉണ്ടാക്കി നമ്മളെ വലിച്ചുകൊണ്ട് പോകാൻ പോകുമ്പോൾ നമ്മൾ ബലമുള്ളവരെ പോലെ ഉത്തമന്മാരാകണം. അത് അങ്ങനെ തന്നെയോ എന്ന് പരിശോധിച്ചിട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. ഇത് വളരെ വ്യക്തതയോടെ നിങ്ങൾ കേട്ടു. എന്താണ് ലക്ഷ്യം? കേട്ടില്ലേ? ദൈവത്തോടു കൂടെ ജീവിക്കണം. അതിനുവേണ്ടി ദൈവം എന്ത് ചെയ്തു? തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ നമ്മളെ തന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. ഈ വിലയ്ക്ക് വാങ്ങിയിട്ട് ഇനി യേശുവിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ വിലയ്ക്ക് വാങ്ങിയവരെ അങ്ങനെ തന്നെ കൊടുക്കാനല്ല, ഈ വിലയ്ക്ക് വാങ്ങിയവരെ ദൈവത്തിന്റെ കിങ്ഡം ആക്കി കൊടുക്കണം. കാരണം ഇന്ന് അവർ ഓരോരുത്തരും അവനവന്റെ കിങ്ഡമാണ്. ഹല്ലേലൂയ. അവനവന്റെ കിങ്ഡം. ഈ ഒരു ലെവലൊക്കെ മാറിയിട്ട് ദൈവം അവരിൽ ജീവിക്കുന്ന അവസ്ഥയിലേക്ക് വരും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളൊക്കെ രക്ഷാനുഭവത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആ പ്രശ്നങ്ങളുടെ ഒക്കെ നടുവിൽ നിന്നുകൊണ്ട് നമ്മൾ പറയും, എന്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറണം, എന്റെ വിഷയങ്ങൾ മാറണം. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്, ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വന്നപ്പോ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയാണ് നമ്മുടെ പ്രാർത്ഥനയൊക്കെ നമ്മൾ തുടങ്ങി. എന്നാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ വളരാൻ തുടങ്ങുമ്പോ ആൾക്ക് ഇങ്ങനെ ഒരു ചിന്ത വരും, ഇനി ഇങ്ങനെയൊക്കെ ജീവിച്ച പോരാ. അതായത് ഒരു നല്ല വികാസം വന്നു, യേശുവിന് വേണ്ടി ആരിപ്പോകും എന്നൊക്കെ ഒരു പ്രസംഗം പ്രസംഗിച്ചപ്പോ ഇദ്ദേഹം മുമ്പോട്ട് വന്നു, യേശുവിന് വേണ്ടി ഞാൻ പോകാം. ഇതാണ് ഈ വളർച്ചയുടെ രണ്ടാം ലെവൽ. മനസ്സിലായോ? ഇനി കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോ അദ്ദേഹം ദൈവരാജ്യ സുവിശേഷമൊക്കെ കേട്ടപ്പോ അദ്ദേഹം അടുത്ത സ്റ്റേജിലേക്ക് മാറി. ഇനി യേശുവിന് വേണ്ടി ഞാൻ ചെയ്യുന്നതിനേക്കാൾ ഉപരി യേശു എന്നിൽ ജീവിച്ച് എന്നിലൂടെ യേശു അങ്ങ് പ്രവർത്തിക്കട്ടെ. ഇതാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്. ഇനി ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഇനി എന്നിലൂടെ പ്രവർത്തിക്കുന്ന ക്രിസ്തുവാണ്. എങ്ങനെ? യേശുവിൽ പിതാവ് ജീവിച്ച് യേശുവിലൂടെ പിതാവ് ഭൂമിയിൽ ജീവിച്ചതുപോലെ വീണ്ടും ജനിച്ച നാം ഓരോരുത്തരും ക്രിസ്തുവിൽ വസിക്കുമ്പോൾ, ക്രിസ്തു വളരുമ്പോൾ, ക്രിസ്തു നമ്മളിലൂടെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവാണ്. ക്രിസ്തുവിന്റെ തല പിതാവ്. മനസ്സിലായോ? നമ്മുടെ തല ക്രിസ്തു. അങ്ങനെ യഥാർത്ഥത്തിൽ നാം ദൈവരാജ്യമായി മാറിയാൽ ഈ ഒരു സ്ട്രക്ചറിലേക്ക് നമ്മൾ വരും. സ്വർഗസ്ഥ പിതാവ് ക്രിസ്തുവിലുള്ള നമ്മളിലൂടെ ഭൂമിയിൽ ജീവിക്കും. ഇതാണ് ദൈവരാജ്യം. എടുത്താൽ കിട്ടിയ ഇത് നമ്മളിൽ നടന്നാൽ പിശാച് ആ നിമിഷം നമ്മുടെ പാലിനാണ്. ഹല്ലേലൂയ. അത് നമ്മുടെ സ്വരത്തിന്റെ മിടുക്കല്ല, കഴിവല്ല. അപ്പൊ ഇവിടെ കണ്ടല്ലോ ആത്മലോകത്തിലെ കൊടുക്കൽ വാങ്ങലുകൾ. ഹല്ലേലൂയ. ഇതാ ഞാൻ ഇവിടെ വന്നപ്പോ രണ്ട് പാവകൾ കൊണ്ടുവന്നിട്ട് കാര്യം മനസ്സിലാക്കാൻ. സ്റ്റേജിൽ ഇതുവരെ ആരും പാവ കേട്ടിട്ടുണ്ടാകത്തില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാം, മനുഷ്യനെയാണ് ഈ പാവ കാണിക്കുന്നത്. ഇതാ സ്വർഗത്തിലെ ദൈവം നമ്മളെ സൃഷ്ടിച്ച ലെവലാണ് നിങ്ങൾ കാണുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും ഒക്കെ അവൻ അണിയിച്ചു. എന്നാൽ ഇതാ മനുഷ്യൻ അവനെ തന്നെ വിറ്റു. ആർക്ക്? സാത്താന്. മനസ്സിലായോ? അങ്ങനെ പിശാചിനെ വിറ്റ് കളഞ്ഞപ്പോ അവന്റെ തേജസ് ഒക്കെ പോയി. ഈ ഉടുപ്പൊക്കെ ഊരാൻ പോവാണ്. ഇനി ഊരണതിന് ബുദ്ധിമുട്ട് വരണം. ഊരി ഇതിന് നമുക്ക് വേറെ കിട്ടിയിട്ടുണ്ട്. ശ്രദ്ധിച്ച്, ഇതാ ഊരി ഉടുപ്പൊക്കെ ഊരി ദൈവം കൊടുത്ത ആ തേജസ് ഒക്കെ പോയി. ഇതേ പരിവായി. ഇതാ കണ്ണ് ഇല്ല, ഒരെണ്ണം കുരുട, രണ്ട് കണ്ണും കാണൂല. ഹല്ലേലൂയ. നഗ്നന. ഹല്ലേലൂയ. നേരിയുടെ ഉടുപ്പില്ല, കൈ ഒന്നും കാണാനില്ല. ഇങ്ങനെ മൊത്തത്തിൽ ഇതാ ഇങ്ങനെ ആയിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ. ഇതാണ് കർത്താവ് പറയുന്നത്, ചതിമോഹങ്ങളാൽ വഷളായി പോയ പഴയ മനുഷ്യനെ. എഫെസ്യർ 4:22 നമ്മളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. എടുത്തിട്ടൊന്ന് വായിക്കാം. ഒരാൾ എഫെസ്യർ 4:22 വായിക്കുമ്പോ ഒരാൾ എഫെസ്യർ 2:1-2 ഭാഗങ്ങൾ വായിക്കാം. രണ്ടിടത്തും നമ്മുടെ പഴയ അവസ്ഥ എഴുതിയിട്ടുണ്ട്. വായിച്ച്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചു. അപ്പൊ ശ്രദ്ധിച്ചേ, മുമ്പിലത്തെ നടപ്പിൽ നമ്മൾ എങ്ങനെയായിരുന്നു? ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യൻ. എത്ര നന്നാന്ന് നോക്കിയാൽ ഇവൻ നന്നാകൂല. ചതിക്കുന്ന മോഹങ്ങളാകട്ടെ കിടക്കണേ. പിന്നെ നന്നായി എന്നുള്ളത് അവന്റെ അഭിനയമാണ്. വെള്ളമെടുക്കും, ഇതാ വെള്ള കാര്യങ്ങളൊക്കെ ഇട്ട് പുറത്തൊരു അഭിനയ വേഷങ്ങളൊക്കെ ധരിച്ച്. അതായത് ഇപ്പോ എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ നിങ്ങൾ കയറിയാൽ, ഇതാ എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ കയറിയിട്ടുള്ളവർക്ക് അറിയാം, സുന്ദരികളായ സ്ത്രീകൾ സാരിയൊക്കെ ധരിച്ച് നമ്മൾ കയറുമ്പോ തന്നെ വളരെ വിനയത്തോടുകൂടെ അവരവിടെ നിന്നിട്ട് ഇങ്ങനെ തലയൊക്കെ കുഴിച്ച് നമസ്തേ എയർ ഇന്ത്യയിലേക്ക് സ്വാഗതം എന്ന് പറയാം. അനുസരിച്ച് അത് അവരുടെ സ്വഭാവമാണോ?
അവരുടെ സ്വഭാവമേ അല്ല. അത് അവർ പഠിച്ചു വെച്ചേക്കുന്നതാ. അപ്പൊ ഇതേപോലെ ചർച്ചിലും നമ്മൾ ഇതുപോലെ കുറെ പഠിച്ച് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ ദൈവമക്കളാണ്, ദൈവമൈതലാണെന്നൊക്കെ. ഹല്ലേലൂയ. അകത്താണ് വേണ്ട മാറ്റം വരേണ്ടത്. ഹല്ലേലൂയ. അങ്ങനെ ഈ പുള്ളിക്കാരന്റെ മോളിൽ നമ്മൾ വെള്ള ഉടുപ്പൊക്കെ ഇട്ട് കണ്ണിൽ കുരുട്ടത്തൊന്നും ഇല്ലെന്നൊക്കെ കാണിച്ചൊക്കെ നമ്മൾ അങ്ങ് വരിക. ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ പരിപാടി. ഇതാണ് പഴയ മനുഷ്യനെ അണിഞ്ഞൊരുക്കി. ഇന്നും പരിപാടി മാറിയിട്ടില്ല, അത് തന്നെയാ കേട്ടോ. എന്നാൽ യേശുക്രിസ്തു എന്ത് ചെയ്യുന്നറിയാമോ? ഈ പഴയവനെ അവിടെ നിൽക്കുമ്പോൾ തന്നെ കാൽവരി ക്രൂശിൽ തന്റെ രക്തം കൊടുത്ത് ഇതാ പുതിയ സൃഷ്ടിയെ ഒരുക്കുകയാ. ഒരു പുതിയ സൃഷ്ടിയെ ഒരുക്കുകയാ. ആ ഒരുക്കുന്ന സമയത്ത് അവൻ ഇതേപോലെ ഈ ഒരുക്കുന്ന സമയത്ത് ഇതേപോലെ തന്റെ നീതിയുടെ അംഗീകം കൊടുത്തിട്ടാണ് അവൻ ഒരുക്കിയെടുക്കുന്നത്. പുതിയ സൃഷ്ടിക്ക് ദൈവത്തിന്റെ നീതി കൊടുത്തിരിക്കുകയാണ്. പക്ഷെ ഈ പുതിയ സൃഷ്ടിയിലേക്ക്, ഇത് പുതിയ സൃഷ്ടിയാണ്. ഇവനാണ് ദൈവത്തിന്റെ മകൻ, ഇവനല്ല. നമ്മൾ ഇന്ന് സഭയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഇവനെയാണ്. ഇത് വമ്പൻ തെറ്റാ സഭയുടെ. ദൈവത്തിന്റെ വചനം പറഞ്ഞു ഇവനെ ഉപേക്ഷിക്കാൻ സഭക്കാര് ചെയ്യോ? സഭക്കാര് ഇവനെ റെഡിയാക്കി എടുക്കാൻ നോക്കുക. എങ്ങനെ? ഇതിന്റെ മുകളിൽ ഒരു വെള്ള സാരി ഇരിക്കും, അല്ലെങ്കിൽ വെള്ള ഉടുപ്പിടും, ഒരു ജുബ്ബയിടും. അതിന് ഇവനെ ഒന്ന് ശരിയാക്കി എടുത്ത് നമ്മൾ ഒന്നാമത് ചാടിക്കുന്ന അനുസരണക്കേടാ. അനുസരണക്കേട്. ആ വായിച്ച വാക്യം ഒന്നുകൂടി വായിച്ച് അവിടെ പറയാണ് ആ മനുഷ്യനെ നിങ്ങൾ ഉപേക്ഷിക്കുക. പുതിയ ഉടമ്പടി പറയാ അവനെ ഉപേക്ഷിക്കുക. വായിക്കുക. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചെക്ക് ചെയ്യുക, ഈ വചനം നമ്മൾ അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ. ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യൻ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. അപ്പോ നമ്മൾ ഉപേക്ഷിക്കുന്നില്ല, കാരണം നമ്മളുടെ ആരും പറഞ്ഞു തരുന്നില്ല. ഹല്ലേലൂയ. ഇവരെ പണ്ട് ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരുന്നത് ന്യായപ്രമാണവും പ്രവാചകന്മാരും കൊണ്ടാണ്. അവരുടെ കാലം അതോടുകൂടി കഴിഞ്ഞു. ഇനി ഇവരെ ഉപേക്ഷിക്കാനാണ് പറയണേ. ലൂക്കോസ് 16:16 പറയുന്നു, ഞാൻ ഇവരെ ഡിസ്പ്ലേ ചെയ്യാൻ ഉപയോഗിച്ച രണ്ട് സംഭവങ്ങളാണ്, ഒന്ന് ന്യായപ്രമാണവും പിന്നെ പ്രവാചകന്മാരും. അവരുടെ കാലം സ്നാപയോധനയുടെ കാലത്തോടുകൂടി കഴിഞ്ഞു. അതോടുകൂടെ ഈ കാലം തുടങ്ങി, പുതിയ സൃഷ്ടിയുടെ കാലം, ദൈവരാജ്യത്തിന്റെ കാലമാണ്. പക്ഷെ നമ്മൾ തിരിച്ചറിയുന്നില്ല. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ഈ പഴയവനെ വീണ്ടും ഉടുപ്പിക്കാൻ നോക്കുക. ഇവരുടെ നഗ്നത മറയ്ക്കാൻ വേണ്ടി നമ്മൾ നമ്മുടേതായ പരിപാടികൾ ചെയ്ത് പോവുക. ലൂക്കോസ് 16:16 വായിച്ച്. ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെയായിരുന്നു. ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം എവിടം വരെയുള്ളൂ? യോഹന്നാൻ വരെയായിരുന്നു. അത് 2000 വർഷം കഴിഞ്ഞു. പക്ഷെ നമ്മൾക്ക് ഇന്നും കഴിഞ്ഞിട്ടില്ല. അതാ വിഷയം. പ്രവാചകന്മാരുടെ കാലം യോഹന്നാൻ വരെയാ. എന്തിനാണ് അവനെ? ഇവരെ ഉടുപ്പിക്കാൻ വേണ്ടിയായിരുന്നു അവർ രണ്ടുപേരും. ന്യായപ്രമാണവും പ്രവാചകന്മാരും കൂടെ കളിച്ച് അതിമോഹങ്ങളെ വഷളായപ്പോ ഇവനെ ഉടുപ്പിക്കാൻ. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും തുണി ഇല്ലാണ്ട് പുറത്തേക്ക് ചാടിപ്പോവാൻ നമ്മൾ സമ്മതിക്കോ? സമ്മതിക്കത്തില്ല. ഇതുപോലെ ദൈവത്തിന്റെ വീട്ടില് ചതിമോഹങ്ങളെ വഷളായി പോയ സ്വഭാവമായി പുറത്തേക്ക് ഇറങ്ങിപ്പോവാൻ ദൈവം സമ്മതിക്കാത്തതിന്റെ ഒരു ഭാഗമാണ് അവനെ ന്യായപ്രമാണം ഉടുപ്പിച്ച് അവനെ പുറത്തിറക്കി വിടും. മനസ്സിലായോ? എന്നാൽ ആ കാലം അതോട് തീർന്നു. അന്ന് മുതൽ ഏത് കാലമായി? ദൈവരാജ്യം സുവിശേഷിച്ചു വരുന്നു. അന്ന് മുതൽ ദൈവരാജ്യം, ഇന്നത്തെ ബൈബിളിലുള്ള ഇത് സിലബസിൽ കാണാത്ത ദൈവരാജ്യം സുവിശേഷമായി അറിയിച്ചു വന്നു. ഇവിടുന്ന് കിട്ടിയ പിശാച് എത്രയോ ജയിച്ചു നിൽക്കുകയാണെന്ന്. ഹല്ലേലൂയ. സാത്താൻ നിങ്ങളെ ജയിക്കരുതെന്ന് കർത്താവിന്റെ വചനം പറഞ്ഞിട്ട് ജയിച്ചു കിടക്കുക. അന്ന് മുതൽ ദൈവരാജ്യം സുവിശേഷമായി അറിയിച്ചു വരുന്നു. ആ ദൈവരാജ്യത്തിലെ പൗരനാണ് ഇവൻ, പുതിയ സൃഷ്ടി. കിട്ടിയോ? ഇവൻ ജഡമല്ല, ഇവൻ ആത്മാവാണ്. ഇവൻ ഭൂമിയിലെ പൗരനല്ല ഇവനെ പോലെ, ഇവൻ സ്വർഗത്തിലെ പൗരനാണ്. ഇവൻ ആദത്തിന്റെ ജനറേഷൻ അല്ല ഇവനെ പോലെ, ഇവൻ ക്രിസ്തുവിന്റെ ജനറേഷനാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇവൻ പാപം ചെയ്യാൻ കഴിവുള്ളവനല്ല, ഇവന് പാപം ചെയ്യാൻ കഴിയത്തേ ഇല്ല. പക്ഷെ ഇവന് നന്നായി പാപം ചെയ്യാൻ പറ്റും. ഇതുകൊണ്ടാണ് 1 യോഹന്നാൻ 3:9 പറയുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ഇവൻ പാപം ചെയ്യുന്നില്ല. കാരണം ദൈവത്തിന്റെ ബീജത്താലാണ് ഇവൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവർ പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. ഇന്നത്തെ സഭകൾക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് അത് അലാവുദ്ദീന്റെ അത്ഭുതമാണ്. 1 യോഹന്നാൻ 3:9. 1 യോഹന്നാൻ 3:9. ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ
അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല. ഒന്നില്ലെങ്കിൽ വചനം തെറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം തെറ്റ്. ഏതാണ് തീരുമാനിച്ചത്? ദൈവത്തിൽ ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല. ഒന്നില്ലെങ്കിൽ വചനം തെറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം തെറ്റ്. അതിന്റെ കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ ബീജം, വിത്ത് അവനിൽ കിടക്കും. ദൈവത്തിന്റെ ബീജത്തിൽ നിന്നാണ് വളർച്ച തുടങ്ങിയത്. അതുകൊണ്ട് അവർ പാപം ചെയ്യാൻ കഴിയത്തില്ല. ഇമ്പോസിബിൾ ടു സിൻ. ഹല്ലേലൂയ. കഴിയത്തില്ല. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മൾ തിരിച്ചറിഞ്ഞു, നമ്മൾ ഇന്നും പാപത്തോട് ഇതാ ഇവിടെ കടന്നുകൊണ്ട് ഇതിൽ കടന്ന് മൽപ്പിടിക്കുക. ഇവരെ നന്നായിട്ട് പാപം ചെയ്യാൻ പറ്റും. കാരണം ചതി പോകുന്ന വഷളായി പോകുന്ന മനുഷ്യനാണ് ഇവൻ. ഇവരെ നിയന്ത്രിക്കുന്നത് ന്യായപ്രമാണം കൊണ്ടാ. ഹല്ലേലൂയ. എങ്കിലും ന്യായപ്രമാണം ജഡത്താൽ വിലയ്ക്കുന്ന നിമിത്തം ന്യായപ്രമാണത്തിൽ കഴിയാതെ വരുമ്പോ ഇതാ ദാവീദ് ബത്ശബയെ കണ്ടതുപോലെ ഇവ പാപത്തിൽ വീഴും. മനസ്സിലായോ? ഹല്ലേലൂയ. പക്ഷേ ഇവനോ പാപം ചെയ്യുന്നില്ല. ഇത് ഇന്ന് സഭയുടെ ഉള്ളിൽ കാണുന്നില്ല. ഇവനെ പിശാചിന്റെ മിടുക്കാണ് അവനെ കാണാത്തത്. ഇവൻ ആയിരിക്കുന്ന ദൈവരാജ്യം ഇന്ന് ബൈബിളിലെ സിലബസിൽ കാണുന്നില്ല. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ പൗരനായ പുതിയ സൃഷ്ടി ബൈബിളിന്റെ സിലബസിൽ കാണുന്നില്ല. ഇവന്റെ നിയമമായ ആത്മാവിന്റെ നിയമം ബൈബിളിന്റെ സിലബസിൽ കാണുന്നില്ല. ലോ ഓഫ് ദ സ്പിരിറ്റ്. ഇതാണ് വെളിപ്പാട് പുസ്തകം പറയുന്നത്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇനിയും അക്ഷരത്തിന്റെ കീഴിലല്ല, നാം ആത്മാവിന്റെ കീഴിലാ, സ്വകീയ പിതാവിന്റെ കീഴിലാ, ക്രിസ്തുവിന്റെ കീഴിലാ. ഈ ഒരു തിരിച്ചറിവ് സഭയ്ക്കില്ല. ഇതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് എന്നെ പുറത്തേക്ക് ഇറക്കി വിടുമ്പോ പിശാചിന്റെ ആളുകൾ എഴുന്നേറ്റ് പറയൂ, ദുരുപദേശം വരുന്നു, ദുരുപദേശം വരുന്നു, ദുരുപദേശം വരുന്നു. ഇവരെ എല്ലാം ചേർന്ന് ഒരുമിച്ച് ക്ഷണിക്കുകയാ, സ്നേഹത്തോടെ ക്ഷണിക്കുകയാ. ഇതാ നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം. പബ്ലിക് മീഡിയയിലൂടെ വിശുദ്ധ വേദപുസ്തകം വെച്ചിട്ട് എന്നിട്ട് ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഭാഗത്ത് വചനത്തിൽ അങ്ങനെയല്ല എങ്കിൽ ഞാൻ തിരുത്തപ്പെടാൻ തയ്യാറാ. പക്ഷേ എന്റെ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് പറയട്ടെ, നിങ്ങൾ തിരുത്തപ്പെടാൻ തയ്യാറാണോ? വചനപ്രകാരം മനസ്സ് പുതുക്കാൻ തയ്യാറാണോ? തയ്യാറാണെങ്കിൽ അത് ദൈവത്തിന്റെ ഹൃദയത്തിൽ വലിയ സന്തോഷമാകും. നമ്മുടെ നരകം മാറി സ്വർഗം നമ്മുടെ അവകാശമായി തീരും. ഹല്ലേലൂയ. നമ്മുടെ അരിഷ്ടത മാറി നമ്മൾ ധന്യരായി തീരുവാനായിട്ട് ഇടയാണോ? ഇത്രയും മഹത്തായ ഒരു പദ്ധതി സ്വർഗത്തിൽ നമുക്ക് വെച്ചിട്ട് നാം അത് തിരിച്ചറിയാതെ പോവുക. പിശാചുടെ മനസ്സുകളെ കുരുടാക്കി. ഇതാണ് സെക്കൻഡ് 4:4 പറയുന്നത്. യേശു ക്രിസ്തു പ്രസംഗിച്ച ആ ദൈവരാജ്യത്തിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ഇന്ന് മനുഷ്യനെ അറിയാതെ ഇരുപ്പാൻ ഈ ലോകത്തിന്റെ ദൈവമായ പിശാച് മനുഷ്യന്റെ മനസ്സുകളെ കുരുടാക്കി അവരെ അന്ധരാക്കി വെച്ചിരിക്കുകയാണ്. അതാണ് ഇന്ന് സംഭവിച്ചത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിശയം. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല. ഇത് ആത്മമണ്ഡലമാണ്. ഇത് മൊത്തം ജഡമണ്ഡലമാണ്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം നമ്മളെ ബുദ്ധിശൂന്യത പേരിട്ടിരിക്കുന്നത്. നിങ്ങൾ ആത്മാവോട് ആരംഭിച്ചിട്ട് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നമ്മൾ സ്വർഗരാജ്യത്തിൽ വീണ്ടും ജനിച്ച് ആത്മാവിൽ ആരംഭിച്ചു. നിങ്ങൾ വീണ്ടും ജഡത്തിലേക്ക് പിന്മാറിയോ? ബുദ്ധിയില്ലാത്ത ഗലാത്യരെ. ഗലാത്യർ 3:3 വരുമ്പോ ദൈവവചനം നമുക്കിട്ടിരിക്കുന്ന ഇരട്ടപ്പേരാണ്, നമുക്ക് ബുദ്ധിയില്ല എന്ന്. വായിച്ചാൽ നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ. ഒന്നുകൂടി ആദ്യം മുതൽ വായിക്കാം. അവരെ വിളിക്കുന്ന ഇരട്ടപ്പേര് കേൾക്കാം. നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട്. നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ, ആത്മാവ് കൊണ്ട്. എന്താണ് അവരുടെ ബുദ്ധികേട്? ആത്മാവ് കൊണ്ട് ഇവനിൽ ആരംഭിച്ചു, പുതിയ സൃഷ്ടിയിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ട് സമാപിക്കുന്നു. ഇപ്പോൾ ജഡം കൊണ്ട് സമാപിച്ചില്ല, ഇവനിൽ പോയി അവസാനിച്ചു. ഇവൻ ജീവിക്കുന്ന ലോകത്തിലല്ല, ദൈവരാജ്യത്തില. ഇവന്റെ പൗരത്വം, പുതിയ സൃഷ്ടിയുടെ പൗരത്വം സ്വർഗത്തില. ഈ പഴയവൻ ചതിമോഹങ്ങളുള്ളവന്റെ പൗരത്വം ഭൂമിയില. ഇവനും മരണമുണ്ട്, ഇവനും മരണമില്ല. ഇവൻ മരണത്തിന്റെ കീഴില, ഇവൻ മരണത്തിന്റെ മുകളില. ഇവൻ മനുഷ്യന്റെ കുടുംബത്തില, ഇവൻ ദൈവത്തിന്റെ കുടുംബത്തിലാണ്. ഹല്ലേലൂയ. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, കാണുമ്പോൾ എത്ര ചെറിയ സ്നേഹമല്ല, എത്ര വലിയ സ്നേഹം ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നു. നാം മനുഷ്യ മക്കൾ വിളിക്കപ്പെടാനല്ല, നാം ദൈവ മക്കൾ വിളിക്കപ്പെടാൻ. സഭയോട് ചോദിക്കുക, എവിടെ ദൈവരാജ്യം? എവിടെ ദൈവരാജ്യത്തിന്റെ പൗരനായ പുതിയ സൃഷ്ടി? എവിടെ അവന്റെ നിയമമായ ആത്മാവിന്റെ നിയമം? എവിടെ? ആരെടുത്തുകൊണ്ടുപോയി? നിനക്കുള്ളത് ആരും എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ സൂക്ഷിക്കുക. പിശാച്, കള്ളൻ മോഷ്ടിച്ചു കൊണ്ടുപോയി ഈ വചനത്തെ. ഇതാ ഹൃദയത്തിലേക്ക് വചനം വീഴുമ്പോ ഓടാനെ പക്ഷി വരും. എന്തിനാ? ദൈവരാജ്യ മൊഴികൾ നിന്റെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ. ഇതുവരെ അവൻ ജയിച്ചെങ്കിൽ ഇനിയും അവനെ ജയിക്കാൻ അനുവദിക്കുക. സാത്താൻ നിങ്ങളെ
തോൽപ്പിക്കരുത്. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇതാ ദൈവം അനുവദിച്ച സമയത്ത് ഈ സ്പിരിച്വൽ ട്രാൻസാക്ഷൻസ് നിങ്ങൾ കേട്ടു. ആദ്യം നമ്മളെ വിറ്റു, പിശാചിന് പാപം വഴി വിറ്റു. യേശു ക്രിസ്തു ഇതാ നമ്മളെ ഈ അവസ്ഥയിൽ നിന്ന് നമ്മളെ പുതിയ സൃഷ്ടികളാക്കി നമ്മളെ വാങ്ങിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് ദൈവം യേശു ക്രിസ്തു എന്ത് ചെയ്തു? രൂപാന്തരം വരുത്തുക. ഈ രൂപത്തിൽ നിന്ന് പഴയ മനുഷ്യരിൽ നിന്ന് നമ്മളെ പുതിയ മനുഷ്യനാക്കി. അതാണ് 24 വാക്യം പറയുന്നത്. എഫെസ്യർ 4:22 വായിക്കുള്ളൂ. 24 പറയുന്നു, ഇതാ നമ്മളെ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട, പെടാൻ പോകുന്നതല്ല, ഓൾറെഡി സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു. സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിപ്പിക്കുന്നതിലൂടെ നമ്മളെ രൂപം മാറ്റുകയാണ്, ദൈവത്തിന്റെ കിങ്ഡമാക്കി മാറ്റുക. വായിച്ച് 4:24. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. എഫെസ്യർ 4:22 മുതൽ 24 വരെ വായിച്ചത് ശ്രദ്ധിച്ച്. പഴയ മനുഷ്യൻ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. പുതിയ മനുഷ്യൻ എന്ത് ചെയ്യണം? ധരിക്കണം. ഹലോ, ഈ പഴയ മനുഷ്യനാരും പറയുന്നേ ചാത്തി പോകുന്ന, വഷളായി പോകുന്ന പഴയ മനുഷ്യൻ. ഇവൻ എത്ര നന്നാക്കിയാലും നന്നാവൂല. ഇവനെ പൊതിയാനേ പറ്റുള്ളൂ, നന്നാവൂല ഇവൻ. അതുകൊണ്ട് ഉപേക്ഷിക്കാൻ പറഞ്ഞേ. പുതിയ മനുഷ്യൻ എന്ത് ചെയ്യണം? ഇവൻ ആരെ പോലെ ദൈവാനുരൂപ ക്രിസ്താനുരൂപനായവൻ. ഇവനിൽ ഒരു പണിയില്ല. ഇനി ഇവനെ എടുത്ത് നമ്മുടെ ദേഹിയിലേക്ക് ധരിച്ചാൽ മാത്രം മതി. ഇവരെ ഉപേക്ഷിച്ചാലേ ഇവരെ ധരിക്കാൻ പറ്റൂ. ആ ടെക്നോളജി പിന്നെ പഠിക്കാം. ഇവരെ കളയാതെ ഇവരെ ധരിക്കാൻ പറ്റൂല. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കുക. ഹല്ലേലൂയ. കുപ്പിക്കകത്തത് എടുത്ത് കളയാതെ കുപ്പിയിലേക്ക് വീണ്ടും ഒഴിക്കാൻ പറ്റൂല. ഇപ്പൊ മനസ്സിലായില്ലേ? ഞാൻ നന്നാകാൻ പോയി പറഞ്ഞത്. കുപ്പിക്ക് അകത്തുള്ളത് കളയാതെ, പഴയവനെ കളയാതെ പുതിയവനെ ധരിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. പിന്നെ പുതിയവന്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്, ഇത് ഉടുപ്പ് ധരിപ്പിക്കാനൊക്കെ നമുക്ക് പറ്റും, അഭിനയിക്കാൻ പറ്റും. ആള് മാറൂല, പുറമെ മാറത്തുള്ളൂ. ഇതുകൊണ്ട് പലരും നമ്മളെ കളിയാക്കുന്നത്. ഹല്ലേലൂയ. മുഖത്ത് വിരൽ വയ്ക്കുന്നത്. ക്രിസ്തു ബൈബിളില് ക്രൈസ്തവത്തിന് ബൈബിളാ, പക്ഷെ ആർക്കൊരു മാറ്റവും ഇല്ല. പക്ഷെ ഇവൻ ഓൾറെഡി മാറിയവനാണ്. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവേ. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, യേശു ക്രിസ്തു എന്താ ചെയ്യുന്നറിയാമോ? നമ്മളെ വാങ്ങിച്ചു. പിന്നെ നമ്മളെ എന്ത് ചെയ്യുന്നു? ഈ പുതിയ മനുഷ്യനെ നമ്മുടെ സോളിലേക്ക് ധരിപ്പിക്കുകയാണ്, പഴയവനെ ഒഴിവാക്കി. ഇനി അങ്ങനെ നമ്മൾ ദൈവത്തിന്റെ കിങ്ഡമായി മാറിക്കഴിയുമ്പോ യേശു നമ്മളെ പിതാവിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കും. അപ്പൊ യേശുവിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മളെ ആദം വിറ്റതിനെ വാങ്ങിക്കുക, ഒരുക്കുക, കൊടുക്കുക. യേശുവിന്റെ ഡ്യൂട്ടി എന്താ? ആദം വിറ്റതിനെ വാങ്ങിക്കുക. കാൽവരികൾ കഴിയും. ഹല്ലേലൂയ. ഇന്ന് യേശുവിന്റെ പരിപാടി ഇതിനെ മാറ്റിയിട്ട്, ഇതിൽ പുതിയ പഴയതിൽ മാറ്റിയിട്ട് പുതിയത് ഒരുക്കുക. യേശുവിന്റെ ഡ്യൂട്ടി അതാണ്, ഒരുക്കുക. അതാണ് നമ്മളുടെ സാങ്ക്ടിഫിക്കേഷൻ. ഇത് നമ്മൾ നടത്തുന്ന സാങ്ക്ടിഫിക്കേഷൻ കൂടെ നടക്കില്ല കേട്ടോ. സാങ്ക്ടിഫിക്കേഷൻ കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞ സാങ്ക്ടിഫിക്കേഷൻ നടക്കുകയുള്ളൂ. അപ്പോ പഴയവനെ ഉപേക്ഷിക്കുക, പുതിയവനെ ധരിക്കുക. ഇതിലൂടെ ഒരുക്കുക. ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. ഒരുക്കുക. അതിനുശേഷം നമ്മുടെ കിങ്ഡമായ നമ്മളെ മാറ്റിയിട്ട് നമ്മളെ ദൈവത്തിന്റെ കിങ്ഡമാക്കിയിട്ട് കിങ്ഡം പിതാവിന് ഏൽപ്പിക്കുക. എന്നിട്ട് ദൈവം സകലതുമാകേണ്ടതിന് പുത്രൻ താരോ നമ്മളെ ലീഡറായി, നമ്മുടെ കർത്താവായി പിതാവിന് കീഴടങ്ങിയിരിക്കും. നമ്മൾ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കും. നമ്മുടെ നില ക്രിസ്തുവിന്റെ നില ദൈവം, എല്ലാം കൂടെ ഒറ്റ ബോഡി. സ്വർഗീയ പിതാവ് ചിന്തിക്കും, അത് ക്രിസ്തു എന്ന ശരീരത്തിൽ നമുക്ക് കിട്ടും. നമ്മൾ ക്രിസ്തുവിന്റെ അവയവങ്ങളായി അത് ഭൂമിയിൽ ചെയ്യും. ഇതാണ് ദൈവരാജ്യം. അങ്ങനെ നമ്മൾ ക്രിസ്തുവിൽ ദൈവത്തോട് ഒരുമിച്ച് നിത്യം ജീവിക്കും. അത് എന്തൊക്കെ ചിത്രങ്ങളിലൂടെയാണ് പഠിപ്പിക്കുന്നത്. ഈ ആത്മീയ കാര്യങ്ങൾ സാധാരണഗതിയിൽ പറഞ്ഞാൽ മനസ്സിലാകില്ല. അത് നമുക്ക് മറ്റൊരു സമയം പഠിക്കാം. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ആത്മലോകത്തെ ട്രാൻസാക്ഷൻസ് മനസ്സിലായല്ലോ. ആദം വിറ്റു, ക്രിസ്തു തന്റെ രക്തം കൊടുത്ത് വാങ്ങി നമ്മളെ ഒരുക്കുന്നു. അവസാനം കിങ്ഡം പിതാവിന്റെ കയ്യിൽ, നമ്മളെ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ആ പിതാവിന് കീഴടങ്ങി ഇരിക്കുന്നു. സകല ശത്രുക്കളെ കീഴാക്കുവോളം അവൻ വാഴേണ്ടത് അല്ലയോ. ഹല്ലേലൂയ.
പ്രിയ കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കുക, ദൈവദാസന്മാരെ കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്റെ ശുശ്രൂഷ പ്രധാനമായും ദൈവദാസന്മാരുടെ ഇടയിലാണ്. അവരെ ഒരുക്കുക എന്നുള്ളതാണ് എന്റെ ശുശ്രൂഷ. പക്ഷെ പിശാച് കള്ളപ്രവാചകന്മാരുടെ സഭയുടെ ഇടയിൽ ഒരു അനൗൺസ്മെന്റ് ഇട്ടു, ഷാജി ജോസഫ് ദുരുപദേശം പറയുന്നു എന്ന് പറഞ്ഞ് ഇതാ അങ്ങനെ ദൈവരാജ്യവും ദൈവരാജ്യത്തിന്റെ പുതിയ സൃഷ്ടിയുടെ നിയമമായ ലോ ഓഫ് ദ സ്പിരിറ്റ് സഭയ്ക്ക് അന്യമായി പോയി. എന്നാൽ സഭയ്ക്ക് അപ്പസ്തോലന്മാരുടെയും പ്രവാചകന്മാരുടെയും സുവിശേഷകന്മാരിലൂടെയും പാസ്റ്റർമാരുടെയും ഇടയന്മാരുടെയും 4 അംഗ ശുശ്രൂഷ സംഘത്തിലൂടെ സഭയെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് വചനം നോക്കി ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിയുക. എന്നിട്ട് ഈ മീറ്റിംഗിന്റെ തുടക്കത്തിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു നിങ്ങൾ ചിന്തിക്കുക, ഇപ്പോൾ നിങ്ങൾ ഏതവസ്ഥയിലേക്ക് ദൈവം നിങ്ങളെ വളർത്തിയെന്നു നിങ്ങൾ ചിന്തിക്കുക. ഫലം വൃക്ഷത്തെ തിരിച്ചറിയുക. നിങ്ങൾക്കത് ഗുണമായിരുന്നോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ ഗുണം സർവ്വസഭയും അനുഭവിക്കാൻ ഇടയാകട്ടെ. പ്രിയമക്കളെ, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ക്രിസ്തു യേശുവിനെ അയച്ചത് ഇതാ നമ്മളെ സ്നേഹിച്ചിട്ടാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം അത്രമാത്രം നമ്മളെ സ്നേഹിച്ചു. ഹല്ലേലൂയ. നമ്മളോട് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന ഒരു പപ്പ, ഒരു പിതാവ് നമുക്കുണ്ട്. നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന പിതാവ്. ദൂതന്റെ കഥയിൽ ആ പിതാവ് നമുക്ക് കാണാം. അപ്പൻ മകൻ വരുന്നത് കാത്തിരിക്കുക. നമ്മുടെ ഹൃദയം കൊണ്ട് ആ അപ്പന്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ നമുക്ക് നമ്മളെ തന്നെ ദൈവജനങ്ങളിൽ ഏൽപ്പിക്കാം. സമയത്തിന്റെ കുറവുകൾ തൽക്കാലം നമുക്കൂടെ നിർത്താം. നമുക്ക് ദൈവസ്ഥയിൽ എഴുന്നേക്കാം. കേട്ട വചനപ്രകാരം ഇതാ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളായി സമർപ്പിക്കാം. ഞങ്ങളുടെ സ്വന്തസ്ഥ പിതാവേ, അല്പനേരം ഉള്ളുവെങ്കിലും അങ്ങ് അനേക കാര്യങ്ങൾ ലോകം കാണാത്തത് കേൾക്കാത്തത് എന്ന വിശുദ്ധ ബൈബിളിലുള്ളത് അങ്ങയുടെ മക്കളാവുന്ന ഞങ്ങളോട് പറഞ്ഞു. ആത്മലോകത്തിലെ കൊടുക്കൽ വാങ്ങലുകൾ. അപ്പൊ ആദം വിറ്റതിനെ അങ്ങയുടെ പുത്രന്റെ രക്തത്തിലൂടെ പുത്രൻ അങ്ങേക്കായി വിലയ്ക്ക് വാങ്ങി. പഴയതിനെ ഉപേക്ഷിച്ച് പുതിയതിനെ ധരിപ്പാൻ അങ്ങയുടെ വചനം പറഞ്ഞെങ്കിലും ഞങ്ങളുടെ കണ്ണത് കണ്ടില്ല. ഞങ്ങൾ ഇന്നും പഴയതിനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. അപ്പൻ എന്ത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങളെ പോലെ പിശാച് ഞങ്ങളെ കുരുടന്മാരാക്കി. ഞങ്ങളുടെ സ്വന്തം നീതി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അങ്ങ് ക്രിസ്തുവിൽ അങ്ങയുടെ നീതിയെ ഞങ്ങൾ പതിപ്പിച്ചു. ഇത് തിരിച്ചറിഞ്ഞില്ല. ദൈവത്തെ ക്ഷണിച്ചവൻ അവൻ ദൈവത്തിന്റെ നീതിയാണ്. അവന് പാപം ചെയ്യാൻ കഴിയില്ല. അവന്റെ സ്വഭാവം ദൈവത്തിൻ്റെതാണ്. അപ്പൊ ഈ ഒരു തിരിച്ചറിവ് ഞങ്ങൾക്ക് തന്നതിനായി നന്ദി. തുടർന്ന് യേശു സ്വന്തം രാജ്യക്കാരായി ഞങ്ങളെ ദൈവരാജ്യക്കാരായി ദൈവത്തിന്റെ കിങ്ഡമായി മാറ്റി. അവസാനം കിങ്ഡം പിതാവിനെ ഏൽപ്പിക്കുന്നു എന്നുള്ള അങ്ങയുടെ സന്ദേശം. അപ്പൊ അങ്ങനെ ഞങ്ങൾ ക്രിസ്തുവിൽ അംഗമായി ഒന്നായി തീരുന്നു. ഞാനും പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഞങ്ങളിൽ ഒന്നാകൂ എന്ന് ബൈബിളിൽ അനേക പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ കണ്ണിൽ മറഞ്ഞുപോയി. പ്രിയ നല്ല പിതാവേ, എന്നാൽ അങ്ങയുടെ കുടുംബമായി തീരാൻ ഇതാ ഞങ്ങളെ സമർപ്പിക്കുന്നവർക്കായി സ്തോത്രം. സ്വർഗീയ പിതാവുമായി ഇതാ ക്രിസ്തേശ്വരൻ നിങ്ങൾ ഒന്നാകുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്കായി സ്തോത്രം. എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു, നിങ്ങളെ ഏൽപ്പിച്ചു. ഇത് നിങ്ങളുടെ ഊഴമാണ്. ഇത് അങ്ങനെ തന്നെയോ എന്ന് ബരോവിലുള്ളവരെ പോലെ നോക്കിയിട്ട് അതനുസരിച്ച് മനസ്സിലേക്ക് രൂപാന്തരം പ്രാപിച്ച് ഈ സത്യം നിങ്ങൾ തിരിച്ചറിയുമ്പോൾ സത്യത്താൽ നിങ്ങൾ സ്വതന്ത്രമാക്കപ്പെടുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. പിതാവേ, സമർപ്പിക്കുന്ന മക്കൾക്കായി സ്തോത്രം. അവരെ എങ്ങനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ഹോളിൽ മാത്രമല്ല, ഈ ശബ്ദ കാഴ്ചവരുന്നിലുള്ള എല്ലാ ദൈവദാസന്മാരെയും ദൈവ മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇവരെ അനുഗ്രഹമായി തീരുവാൻ അങ്ങനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത് ഒരുക്കുവാൻ ഉപയോഗിച്ച കഥാവെ പ്രിയ കഥാദാസൻ മത്തായി പാസ്റ്റർക്കായി സ്തോത്രം ചെയ്യുകയാണ്. അപ്പൊ അനേകം ഭീരുക്കളായി മറഞ്ഞു നിൽക്കുമ്പോ അപ്പൊ ഈ പ്രായത്തിലും ധൈര്യത്തോടെ സത്യത്തിലൂടെ നിൽപ്പാൻ പ്രിയ മകനെയും കുടുംബത്തെയും അത് ഒരുക്കിയതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ പിതാവ് ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കായി സ്തോത്രം. യേശു ക്രിസ്തു സത്യത്തിന് സാക്ഷി എന്നതുപോലെ ഈ നാളുകളിൽ ഞങ്ങളും ക്രിസ്തുവെ പോലെ സത്യത്തിന് സാക്ഷി നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭീരുത്വത്തിന്റെ ആത്മാവിനെ ഞങ്ങളിൽ നിന്ന് മാറ്റി ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ശബ്ദ കാഴ്ചവൃതിയിൽ കേൾക്കുന്ന ഏതൊരു വ്യക്തിത്വത്തെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെടാതെ എല്ലാവരും ക്രിസ്തുവിന്റെ തലയോളം വളരുന്നവരും സ്വന്തം പിതാവിൽ എത്തിച്ചേരുന്നവരുമായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
സർവ്വ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരികയാണ്. കർത്താവേ, ഞങ്ങളെ കുറ്റമായ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ഒരു ടീമായി പ്രവർത്തിപ്പാൻ അങ്ങ് ഉപയോഗിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഈ നാളുകളിൽ ഞങ്ങളുടെ സന്ദേശത്തേക്കാൾ ഉപരിയായി ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ ഒരു സന്ദേശമായി തീരുവാൻ, ലോകത്തിന് ഒരു സന്ദേശമായി തീരുവാൻ, അങ്ങയുടെ ഹൃദയത്തിന് ആനന്ദമായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വ മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരികയാണ് യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. അപ്പോൾ തന്നെ ഈ കൂട്ടത്തിൽ ഈ ശബ്ദ കാഴ്ചപതിയിൽ രോഗികളായിരിക്കുന്ന, ബലഹീനരായിരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആ അടിപ്പടല സൗഖ്യം ഈ മക്കളുടെ മേൽ കൽപ്പിക്കുകയാണ്. ദൈവനാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ രോഗങ്ങളും വേദനകളും ഇപ്പോൾ ഈ മകളുടെ ജീവിതത്തിൽ വിട്ടുമാറട്ടെ എന്ന് കൽപ്പിക്കുകയാണ്. ക്രിസ്തുവിന്റെ സമാധാനം സമൃദ്ധമായി നിങ്ങൾ വസിക്കട്ടെ. നിങ്ങൾ ഐശ്വര്യമുള്ളവരായി ദൈവരാജ്യ അവകാശമാകുന്നവരായി മാറട്ടെ. മഹത്വ പിതാവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന എല്ലാവർക്കും, എല്ലാ ദൈവദാസന്മാർക്കും, എല്ലാ ദൈവമക്കൾക്കും, ഓൺലൈനായിരിക്കും നിങ്ങൾക്കും വന്ദനം അറിയിക്കുന്നു. താങ്ക് യു. നന്ദി, നമസ്കാരം.